കേൾക്കാൻ പറ്റുന്നുണ്ടോ? പിതാവ് ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് ധാരാളമായി കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ 17ാമത്തെ ദിവസം നിങ്ങളുടെ അബേഡ് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ 17ാമത്തെ ദിവസം കടന്നു വരാൻ കൃപ ചെയ്ത സർവശക്തനായ യേശു ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ലോർഡ്, വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങളുടെ ഇന്ന് സന്നിധിയിലായിരിക്കുന്നത്. എനിക്കറിയുന്ന കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ ചെയ്യും. ആമേൻ. ഒരു സൂം മീറ്റിങ്ങിനെക്കാട്ടിലും അപ്പുറമായി നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുന്നു. വലിയൊരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും. ഒരു നിമിഷം എല്ലാവരും ഒരിക്കൽ കൂടി ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അന്യഭാഷയുള്ളവരെല്ലാം ഒരു നിമിഷം ഒന്ന് അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ. ആത്മാവിൽ നിറഞ്ഞൊന്ന് അന്യഭാഷകൾ സംസാരിച്ചാട്ടെ. റമാസിയ അറ്റ്മോസ്ഫിയറിനെ കർത്താവ് ഇവിടെ തുറക്കാൻ പോകുക. ഇന്നൊരു വലിയ കിങ്ഡം കൾച്ചറിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കയറ്റാൻ പോകുക. വിശ്വസിക്കുന്നവർ ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിക്കോ. മക്കളെ, നമ്മുടെ ലൈഫിനകത്ത് ഒരു ഭയങ്കര ഷിഫ്റ്റിംഗ് ഇന്ന് രാത്രി നടക്കും. നിങ്ങൾ നാളുകളായി വെയിറ്റ് ചെയ്യുന്ന ചില വിഷയത്തിൻ്റെ മേൽ, നാളുകളായി കയറാൻ കാത്തിരിക്കുന്ന ചില വിഷയത്തിന്മേലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വലിയൊരു തലം നിങ്ങളുടെ മുമ്പിൽ തുറക്കും. അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർ ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിക്കോ. താങ്ക് യു ജീസസ്. റാൽഹ ബഷാറ്റേലിയ റെംറ്റേമിയ റബാൽ ഹസിയാംറ്റെ റേഖാറ്റാല റബാഹസിയാംറ്റെ റെബാസിയാംറ്റെ ലാബ്രഹാറ്റേരി ഷബൽ പ്രബലഗസിയ റേംറ്റേരിയ ഹർബല പ്രബറ്റേരി ഷബാഹലഗസിയാം ടേരഹൽ പ്രബലഗസിയാംറ്റെ റിഗാറ്റല റബോഷസ്ക്ലോറിയ. പിതാവേ, അങ്ങയുടെ മഹത്വത്തിനായി സ്തോത്രം. അങ്ങ് ഈ മക്കളുടെ മേൽ അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ പകരുന്നതിനായി നന്ദി. കർത്താവിൻ്റെ കൈമാറ്റത്തിൻ്റെ രാത്രിയായി ഇത് മാറുന്നതിനായി നന്ദി. റേഖാറ്റാല ഹഷ്മസിയ. കർത്താവെ, ആരംഭത്തിൽ തന്നെ ദൈവ സാന്നിധ്യത്തിനകത്ത് ഹീലിങ്ങുകൾ നടക്കുന്നതിനായി നന്ദി. ഞാൻ കാണുന്നു ഈ ഡിപ്രഷൻ സംബന്ധമായിട്ട്, ഡിപ്രഷൻ പോലെയുള്ള മേഖലകൾ, ഉറങ്ങാൻ പറ്റാതെ മാനസികമായി അസ്വസ്ഥതപ്പെടുത്തുന്ന അങ്ങനെയുള്ള മേഖലകളിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഡെലിവറൻസ് നൽകുക. റബാറ്റൽ ഹസറ്റൽ പ്രബലഗസി. അതിനോട് റിലേറ്റഡായി ഞാൻ കാണുന്നു ഈ തൈറോയിഡുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലും കർത്താവ് ഹീലിങ്ങിനെ ഇന്ന് രാത്രി അയക്കുന്നത് ഞാൻ കാണുന്നു. റേഖ ചലാബ്രഹാസ്. ഈ രണ്ട് വിഷയത്തിന്റെ മീതെയും പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കട്ടെ. ഹീലിങ്ങിനെ ഞങ്ങൾ റിലീസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. റേറ്റേ ഷബാലഹസ് മറാറ്റൽ പ്രബലഗസിയ. ആ സ്പിരിച്വൽ റിലത്തെ ഒന്ന് തുറക്കാൻ ദൈവമക്കളെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. വെള്ളത്തെ ഒന്ന് തുറക്കാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. റസാറ്റാല ബൗഡധേരി ഹസൻറ്റൽ പ്രബല ഹസിഗംറ്റേമിയ ഒറേറ്റേരി ഹബാഗസി. ഈ സോഫി എന്നുള്ള പേരുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? സോഫി എന്ന പേരുമായി റിലേറ്റഡ് ആയിട്ടുള്ളവർ, കർത്താവ് ആ പേരുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ കരം ചലിക്കുന്നത് ഞാൻ കാണുന്നു. റസൽക്കമ സിഗറ്റേരിയ റേഖറ്റേരിയ. കുടുംബത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ മഹത്വം ചലിക്കുന്നു. ഒരു വലിയ ഡെലിവറൻസിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തുകയാണ്. റാൽഖാസി, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കർത്താവിന്റെ കരം അപ്പാ അതിനകത്ത് ആ ഭവനത്തിന്മേൽ വിടുതലായി അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. താങ്ക് യു ലോർഡ് ജീസസ്. റാൽഹമ സെമാൻറ്റേബിയ റേറ്റേരിയ റബാൽകസിഹംറ്റേ. താങ്ക് യു ലോർഡ് ജീസസ്. റാൽകസിഹംറ്റേ. കർത്താവേ, അങ്ങയുടെ കരത്തെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഇവരുടെ മേലങ്ങ് പകരുന്നതിനായി നന്ദി. ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ ഡിവൈസിലേക്കും പകരുന്നതിനായി നന്ദി അപ്പ. ലോർഡ് റാൽഹാമ ഷഹാൽ കസിയാംറ്റേ. ചില ബോണ്ടേജുകളെ ബ്രേക്ക് ചെയ്ത് അടുത്ത റിലത്തിലേക്ക് കയറാൻ ദൈവമക്കളെ റെഡി ആയിക്കോ. ചില തടസ്സങ്ങളെ ബ്രേക്ക് ചെയ്ത് അടുത്ത നെക്സ്റ്റ് റിലത്തിലേക്ക് കയറാൻ റെഡി ആയിക്കോ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി പകരും. നിങ്ങൾ ചില ബ്ലോക്കുകളെ ബ്രേക്ക് ചെയ്ത് ആത്മാവിന്റെ ശക്തിയോടെ എഴുന്നേൽക്കും. താങ്ക് യു ലോർഡ്. റമാസിയാംറ്റേ. അങ്ങനെ ഒരു ദൈവികമായ കൈമാറ്റം നിങ്ങളുടെ മേൽ, കുടുംബത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അങ്ങനെയുള്ള ആത്മീക പകർച്ചകളുടെ രാത്രിയായി ഇത് മാറട്ടെ. ഇവർ ഏതു മേഖലകളിൽ ബ്ലോക്കായി കിടക്കുന്നുവോ അതിനെ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് സീസണിലേക്ക് കയറുന്ന ആത്മീക റിലങ്ങൾ ഇതിനകത്ത് തുറക്കപ്പെടുന്നതിനായി നന്ദി. ഇവർ ഏതു മേഖലകൾ ബ്ലോക്കായി കിടക്കുന്ന അതിനെ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് റിലത്തിലേക്ക്
യെസ്, താങ്ക് യു ലോർഡ് ജീസസ്. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പിതാവിന്റെ ആത്മാവ് ഇന്ന് ഈ മക്കളുടെ മേലേക്ക് വ്യാപരിക്കുന്നതിനായി നന്ദി. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ആത്മാവിന്റെ കൈമാറ്റം ഇവരുടെ മേൽ സംഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോർഡ് റാൽഖാമ ഷബാറ്റ് അൽ ഖസിയ. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ കേട്ടോ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ. കർത്താവ് ഇന്ന് നമ്മൾ ഭയങ്കരമായി ദൈവപ്രവർത്തികൾ കാണും. നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങളുടെ മേൽ കർത്താവ് ചില ഏരിയകളെ തൊടും. നിങ്ങൾ ചില റിസൾട്ടുകൾ ഇന്ന് രാത്രി കാണും. അത് പറഞ്ഞ് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. നമുക്ക് 2 വചനങ്ങൾ പെട്ടെന്ന് വായിക്കാം. 2 വചനങ്ങൾ. ഒന്ന് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം ആമേൻ അതിന്റെ 2-ാമത്തെ 3-ാമത്തെ വാക്യങ്ങൾ ആമേൻ ഒന്ന് വായിച്ച് നമുക്ക് തുടങ്ങാം. യെസ് ലോർഡ്. ആ വാക്യങ്ങൾക്കകത്ത് ഇങ്ങനെ പറയുന്നത്, റാൽഖാമാസിയ മാർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ഇങ്ങനെ പറയുന്നത് 14-ാമത്തെ വാക്യം. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. നോക്കിയേ, യോഹന്നാൻ തടവിലായ ശേഷം, സ്നാപ യോഹന്നാൻ തടവിലായ ശേഷം അവിടെ പറയുക, യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിനകത്ത് പറയുന്നു, യേശു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ നോക്കിയാൽ യേശു കർത്താവിന്റെ മിനിസ്ട്രിയുടെ ആരംഭത്തിലുള്ള വാക്യമാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അവിടെ പറയുക, യോഹന്നാൻ, സ്നാപ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന്. അപ്പോസ്തല പ്രവർത്തികൾക്കകത്ത് നമുക്കറിയാം, യേശു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യേണ്ട ആ സമയത്ത്, ആ ടൈമിൽ യേശു പറയുകയാണ്, യേശു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ യേശു കർത്താവിന്റെ മിനിസ്ട്രിയുടെ ആരംഭത്തിലും യേശു കർത്താവിന്റെ മിനിസ്ട്രി, കർത്താവ് സ്വർഗത്തിൽ എടുക്കപ്പെടുന്ന അവസാന സമയത്തും യേശു കർത്താവിന്റെ മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ മെസ്സേജിന്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡാണ്. ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്. അപ്പം കർത്താവിന്റെ ആരംഭവും അവസാനവും കർത്താവ് നമുക്ക് റിലീസ് ചെയ്യാൻ, നമ്മുടെ മേൽ പകരപ്പെടുവാൻ, നമുക്ക് കൈമാറി തരുവാൻ ആഗ്രഹിക്കുന്നതൊന്നും ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അതുകൊണ്ട് ഡിക്ലെയർ ചെയ്യുക, ഇന്ന് നിങ്ങൾ ഈ റിലത്തിനകത്ത് നിന്ന് കിങ്ഡം റിലത്തിനകത്തേക്ക് എൻ്റർ ആകുന്ന ഒരു ആത്മീക തലം ഇതിനകത്ത് തുറക്കപ്പെടും. ഹല്ലേലൂയ. കാരണം പിതാവാം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് എൻ്റർ ആകണമെന്നാണ്. ഹല്ലേലൂയ. നമുക്ക് അറിയാം അല്ല ദൈവമക്കളെ, നമുക്ക് കിങ്ഡത്തെ അല്ലെങ്കിൽ രാജ്യത്തെ 2ആയിട്ട് തിരിക്കാനായിട്ട് കഴിയും. ഒന്ന് വിസിബിൾ കിങ്ഡം എന്നും 2 ഇൻവിസിബിൾ കിങ്ഡം എന്നും നമുക്കറിയാം. വിസിബിൾ കിങ്ഡം എന്ന് പറയുന്നതാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ വേൾഡ്, കോസ്മോസ് എന്ന് പറയുന്ന ഈ വേൾഡ്, നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന വേൾഡ്. ഇതാണ് വിസിബിൾ, കാണപ്പെടുന്ന രാജ്യം. കാണപ്പെടുന്ന രാജ്യത്താണ് നമ്മൾ ആയിരിക്കുന്നത്. ഇവിടെ ഒത്തിരി നമ്മളായിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ കീഴിലാണ്. നമ്മളായിരിക്കുന്ന രാജ്യത്ത്, ഏത് രാജ്യത്താണെങ്കിലും അവിടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അതിനൊരു സിസ്റ്റം ഉണ്ട്, അതിനൊരു ഭരണ രീതികളുണ്ട്. ഇതിന്റെ അണ്ടറിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ എവിടെയായിരിക്കുന്നോ ഇതിനെ നമ്മൾ ഒബേ ചെയ്തേ പറ്റത്തുള്ളൂ, നമ്മൾ ഇതിനെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെ ഇൻവിസിബിൾ കിങ്ഡം ഉണ്ട്. ഇൻവിസിബിൾ കിങ്ഡത്തെ നമുക്ക് 2ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് കിങ്ഡം ഓഫ് ഗോഡ്, 2 കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻവിസിബിൾ കിങ്ഡത്തെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ രാജ്യം. 2 കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്, സാത്താന്യ രാജ്യം അല്ലെങ്കിൽ ഇരുട്ടിന്റെ രാജ്യം. ഹല്ലേലൂയ. ആമേൻ. ഈ വിസിബിൾ കിങ്ഡത്തെ ദൈവമക്കളെ, ഇൻവിസിബിൾ കിങ്ഡം എപ്പോഴും ഇതിന്മേൽ വാഴ്ച നടത്തിക്കൊണ്ടേയിരിക്കും, ഇതിനെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും. നമ്മളായിരിക്കുന്ന വേൾഡിനെ ഒന്നെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡോ അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്സോ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതിന്റെ മേൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അത് അധികാരം ചെലുത്തുന്നുണ്ട്.
ഹല്ലേലൂയ. ഈ വേൾഡിനെ ഒന്നെങ്കിൽ ദൈവത്തിന്റെ രാജ്യം അല്ലെങ്കിൽ ഇരുട്ടിന്റെ അധികാരങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മളായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഒന്നെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്നൊരു സ്വാധീനം നമ്മുടെ മേലുണ്ട്, അല്ല എങ്കിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, പൈശാചിക മണ്ഡലത്തിൽ നിന്ന് ഒരു അധികാരം, ഒരു സ്വാധീനം നമ്മുടെ മേലുണ്ട്. ഏതെങ്കിലും ഒരു സ്വാധീനത്തിന്റെ കീഴിലായിരിക്കും നമ്മൾ ആയിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ അല്ലെങ്കിൽ ഇതിൽ നിന്നും രണ്ടിൽ നിന്നും സെപ്പറേറ്റ് ആയി ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മളായിരിക്കുന്ന രാജ്യത്തെ, നമ്മളായിരിക്കുന്ന ജനങ്ങളെ, നമ്മുടെ രാജ്യത്തായിരിക്കുന്ന ജനങ്ങളെ ഈ രണ്ട് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും. അവർ അധികാരം ചെലുത്തിക്കൊണ്ടേയിരിക്കും, അവർ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും. ഇന്ന് തിരിച്ചറിഞ്ഞോ ഏത് കിങ്ഡത്തിന്റെ അണ്ടറിലാണ് ഞാൻ എന്ന്? ദൈവമക്കളെ, ഇന്ന് തിരിച്ചറിഞ്ഞോ? നിങ്ങൾ ഇന്ന് ഏത് കിങ്ഡത്തിന്റെ അണ്ടറിലായിരുന്നാലും ഇന്നത്തെ രാത്രി കൊണ്ട് നമ്മുടെ മേൽ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് ഒരു ഭയങ്കര ഷിഫ്റ്റിംഗ് ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാണ്. യെസ് ലോർഡ്, ആമേൻ. മഹത്വത്തിന്റെ രാജ്യത്തിലേക്ക്, പുത്രന്റെ രാജ്യത്തിലേക്ക് ഇന്ന് അസാധാരണമായിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് സംഭവിക്കാൻ പോകുക. അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഒന്ന് പ്രൈസ് ചെയ്തു പറഞ്ഞേ, ആമേൻ. പിതാവാം ദൈവം ആഗ്രഹിക്കുന്ന യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സ്ഥാപിച്ച യേശു കർത്താവ്, എന്നിലേക്ക് പകരാൻ ആഗ്രഹിച്ച യേശു കർത്താവ് പ്രസംഗിച്ച ആ രാജ്യത്തിലേക്ക്, ആ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക്, കിങ്ഡം ഓഫ് ഗോഡിലേക്ക് ഞാൻ ഇന്ന് എൻ്റർ ആകുകയാണെന്ന് ഒന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇരുട്ടിന്റെ അധികാരത്തെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാം. ഇരുട്ടിന്റെ അധികാരം നമ്മളെ മേൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അതിന് ചില അടയാളങ്ങൾ, ചിലത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇരുട്ടിന്റെ അധികാരം നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എങ്ങനെ തിരിച്ചറിയാം? കാരണം ഈ ഇരുട്ടിന്റെ സാത്താനിക രാജ്യത്തിൽ നിന്ന് ഒരിക്കലും ജീവൻ റിലീസ് ആകത്തില്ല. കാരണം ഇതിനകത്ത് എപ്പോഴും ഡെത്ത് സ്പിരിറ്റ് ആയിരിക്കും വ്യാപരിക്കുന്നത്, എപ്പോഴും ഡെത്ത് സ്പിരിറ്റ് ആയിരിക്കും വ്യാപരിക്കുന്നത്. ഇത് ഒരിക്കലും നമ്മളെ ഉയർത്തത്തില്ല, ഇതെപ്പോഴും നമ്മളുടെ മേൽ താഴ്ച വരുത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് മടുപ്പ് വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് താഴ്ച വരുന്നുണ്ടെങ്കിൽ, ഇതൊരിക്കലും ഒരു യൂണിറ്റിയിൽ നമ്മൾ നടത്തത്തില്ല. നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു സെപ്പറേഷൻ വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു ഭിന്നത വരുന്നുണ്ടെങ്കിൽ, ഇത് ഒരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കത്തില്ല. എന്തെന്നില്ലാത്ത ദുഃഖം നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ, എന്തെന്നില്ലാത്തൊരു നിരാശ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ഇതൊരിക്കലും നമ്മളെ ഒരു ജയകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നയിക്കത്തില്ല. എവിടെയും നമ്മുടെ ജീവിതത്തിനകത്ത് പരാജയങ്ങൾ ഉണ്ടെങ്കിൽ, എവിടെയും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു തോൽവി ഉണ്ടെങ്കിൽ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുക. കാരണം നമുക്ക് കിങ്ഡം ഓഫ് ഗോഡിന്റെ മഹത്വത്തെ ഒന്ന് റിലീസ് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്സിനെ കുറിച്ച് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ചിന്തിച്ചേ, എവിടെയെങ്കിലും തോൽവി ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഡിസ്യൂണിറ്റി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ആത്മീക ജീവിതത്തിനകത്ത് കയറാൻ പറ്റാത്ത അനുഭവം ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു മരണത്തിന്റെ ഭയമോ മരണത്തിന്റെ ചിന്തയോ ആത്മഹത്യയുടെ ചിന്തയോ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു അടുത്ത റിലത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റാതെ നമുക്ക് പോകുന്നുണ്ടെങ്കിൽ, തിരിച്ചറിഞ്ഞോ എവിടെയോ ഒരു ഇരുട്ടിന്റെ ഡാർക്ക്നെസ്സിന്റെ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. എവിടെയോ അത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിനകത്ത് നന്മ കയറി വരുന്നില്ലെങ്കിൽ, നമ്മുടെ കുടുംബത്തിനകത്ത് ഉയർച്ചയിലേക്ക് വരുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ തലമുറകൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ, അവരെ സ്വാധീനിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസും കൂടെ കൈമാറുകയാണ്. ഇതുവരെ ഏതെങ്കിലും മേഖലകളിൽ അതിന്റെ സ്വാധീനം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, അതിനെ ബ്രേക്ക് ചെയ്ത് അതിന്മേൽ ഒരു ജയം എടുത്ത് ദൈവ രാജ്യത്തിന്റെ നിറവിലേക്ക് ദൈവമക്കളെ ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് ഈ വേർഡ് കർത്താവ് കൈമാറുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇരുട്ടിന്റെ രാജ്യത്തിന്റെ ശക്തിയെ ജയിക്കുവാനായിട്ട് നിങ്ങളുടെ ശുശ്രൂഷ ബ്ലോക്കായി കിടപ്പുണ്ടോ? നിങ്ങളുടെ മിനിസ്ട്രിയെ പിടിച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നമ്മളെ പല മീഡിയകൾക്കകത്തും അഡിക്റ്റ് ആക്കി ഇട്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ മടുപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നുണ്ടോ? ഒരു പോസിറ്റീവായിട്ടുള്ള
ഒരു ചിന്താ രീതിയിലേക്ക് നമുക്ക് കയറാൻ പറ്റാതെ വരുന്നുണ്ടോ? എപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിനകത്താണോ നമ്മളായിരിക്കുന്നത്? മക്കളെ, നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടരുന്ന, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് ഉണ്ട്. ഇന്ന് നമ്മൾ ചിലതിനെ ക്രോസ് ഓവർ ചെയ്യാൻ പോകുക. ഇന്ന് ചിലതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുക. ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യാം, കർത്താവ് ഇന്ന് ചില അധികാരങ്ങൾ നിങ്ങളുടെ കരത്തിൽ തരാൻ പോകുക. മക്കളെ, ഇന്ന് ചില അധികാരങ്ങൾ നിങ്ങളുടെ കരത്തിൽ തരാൻ പോകുക. ഇത് വിശ്വസിക്കുന്നവർ അതിനെ സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിന്നു. റാൽഗാസിയ, ഞാൻ തുടക്കത്തിലെ പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനായിട്ടുള്ള ഒരു അധികാരത്തെ ഇന്ന് ദൈവ മക്കൾ ആത്മാവിൽ അതിനെ പ്രാപിക്കാൻ പോകുക. ഇതുവരെ നിങ്ങൾ അത് കേട്ടത് മാത്രമേ ഉള്ളെങ്കിൽ ഇന്ന് നിങ്ങളുടെ കരത്തിലേക്ക് അത് കൈമാറാൻ പോകുക. മിനിസ്ട്രേ, കർത്താവ് നിങ്ങളെ അടുത്തൊരു റിലത്തിലേക്ക് കർത്താവ് കയറ്റാൻ പോകുക. ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. പല വാക്തത്വങ്ങൾ നിങ്ങളുടെ മേൽ കിടപ്പുണ്ടായിരുന്നു. നിങ്ങൾ ഒരു കാലഘട്ടത്തിനകത്ത് ദൈവരാജ്യത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെട്ടതാ. എന്നാൽ പല രീതികൾക്കകത്ത് ബ്ലോക്ക് വന്നു. ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ നിലവാരത്തിനകത്ത് കയറാൻ പറ്റാതെ വലിയ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ, വലിയ ഫിനാൻഷ്യൽ ബ്ലോക്കുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് വന്നു. വലിയ മടുപ്പുകൾ കയറി വന്നു. എന്നാൽ ഈ മീറ്റിംഗുകൾ ഞാൻ അതിനെ പ്രവചിച്ച് ഡിക്ലെയർ ചെയ്യുക. ഇത് തുടർമാനമായി നിങ്ങൾ നടത്തും. ഇതൊരു മലയാളം സെക്ഷനിലേക്ക് മാത്രം വരത്തില്ല. പല ഭാഷക്കാർ പ്രസംഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി കർത്താവ് ഇതിനെ വൈഡാക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് പല മേഖലകളുമായി കണക്ഷൻ പരിശുദ്ധാത്മാവ് തരികയാണ്. ഒരു ഓൺലൈൻ മീറ്റിംഗുകൾ മാത്രമല്ല, ചില ഫിസിക്കൽ ഫെലോഷിപ്പുകളിലേക്ക് കൂട്ടായ്മ പരിശുദ്ധാത്മാവ് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഒരു അസാധാരണമായിട്ടുള്ള പാസ്റ്ററൽ അനോയിന്റിങ് കർത്താവ് നിങ്ങളുടെ കരത്തിലേക്ക് കൈമാറുന്നത് ഞാൻ കാണുന്നു. നിങ്ങളുടെ മിനിസ്ട്രിക്കകത്തേക്ക് കർത്താവ് ചില ഹീലിംഗ്സിനെ, ഡെലിവറൻസിനെ, അത്ഭുത അടയാളങ്ങൾ കൊണ്ട് കർത്താവ് നിങ്ങളുടെ ശുശ്രൂഷകളെ നിറയ്ക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഇന്ന് ചില താക്കോലുകൾ, ചില അധികാരങ്ങൾ കർത്താവ് നിങ്ങളുടെ കരത്തിലേക്ക് കൈമാറുകയാണ്. അതിനെ പ്രാപിക്കാനായിട്ട് ഇന്ന് രാത്രിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഇതുവരെ ബ്ലോക്കായ മേഖലകളെ, ഇതുവരെ തടുത്ത മേഖലകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കർത്താവെ, അടുത്ത റിലങ്ങൾ ഈ മക്കളുടെ മേൽ തുറക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്തപ്പം. Yes, Lord. Amen. എത്ര പേർ അടുത്ത റിലത്തിലേക്കത്തേക്കൊന്ന് കേറി. യെസ് ലോർഡ്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനെക്കാട്ടിലും അധികമായി ദൈവ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ റെഡിയാ. ഇന്ന് ചില ശുശ്രൂഷകളുടെ കൈമാറ്റം ദൈവമക്കളെ അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ മേൽ കൈമാറും, പകരപ്പെടും. ഇതൊരു ഇമ്പാർട്ടേഷന്റെ ടൈമായി കർത്താവ് ചിലത് നിങ്ങളുടെ മേലേക്ക് കൈമാറ്റപ്പെടുവാൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന് നിങ്ങൾ അതിനെ വിശ്വസിച്ച് സ്വീകരിച്ചോ? നിങ്ങളുടെ കുടുംബത്തിനകത്തു നിന്ന്, നിങ്ങളുടെ തലമുറകളിൽ നിന്ന് ലോകം അറിയപ്പെടുന്ന അഭിഷിക്തന്മാർ എഴുന്നേൽക്കും. നിങ്ങളുടെ മക്കളിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിനകത്തു നിന്ന് ദൈവത്താൽ പ്രയോജനപ്പെടുന്ന അപ്പോസ്തലന്മാർ, ദൈവത്താൽ പ്രയോജനപ്പെടുന്ന ദൈവശബ്ദമായി മാറുന്ന പ്രവാചകന്മാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം കൈമാറ്റപ്പെടുന്നുണ്ടോ? അത് ഒരടയാളമാ, അത് നിങ്ങളോടുള്ള ദൂത. യെസ് ലോർഡ് ജീസസ്, നിങ്ങളുടെ സഭയ്ക്കകത്തു നിന്ന് നിങ്ങളുടെ ആത്മീക സന്തതികൾ ദേശത്തെ പിടിക്കുന്നവരായി മാറാൻ പോകുക. അങ്ങനെ ഒരു വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങളുടെ മേലേക്ക് കൈമാറാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. വചനത്തിനകത്ത് പറയുന്നു ദൈവമക്കളെ, കൊളോസ്യ ലേഖനം 1-13 വാക്യത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. ആ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്സിൽ നിന്ന്, ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. പവർ ഓഫ് ഡാർക്ക്നെസ്സിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. വചനം പറയുന്നു പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന്. ഇന്ന് എത്ര പേർ തിരിച്ചറിയുന്നു? ഇന്ന് ചില ഫിസിക്കൽ റിലത്തിനകത്ത് വ്യാപരിക്കുന്ന മേഖലകളെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പുത്രന്റെ രാജ്യത്തിലെ അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. വചനം പറഞ്ഞു, who has personally rescued us from the power of darkness. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. എത്ര പേർ അതിനെ പിടിക്കാൻ റെഡിയാ? റൂഓമായി എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ് ആ റെസ്ക്യൂ എന്ന പദത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അവിടെ പറയുക, ഒരു മേഖലയിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ വിടുതലാക്കി.
എവിടുന്ന പവർ ഓഫ് ഡാർക്ക്നെസ് എക്സോസിയ ഹോ സ്കോട്ടോസ്. എക്സോസിയ ഹോ സ്കോട്ടോസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിന് പ്രബലപ്പെടാൻ പറ്റുന്ന മേഖലകൾ. എക്സോസിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പവർ ഓഫ് ചോയ്സ് എന്നാണ്. തെരഞ്ഞെടുക്കുവാനുള്ള ആ ശക്തിക്കാണ് എക്സോസിയ എന്ന് പറയുന്നത്. ഒരു ഗവൺമെന്റ് ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ പവറിനാണ് എക്സോസിയ എന്ന് പറയുന്നത്. ഒരു എബിലിറ്റിക്കാണ് എക്സോസിയ എന്ന് പറയുന്നത്. എക്സോസിയ സ്കോട്ടോസ് എന്ന പദത്തിന്റെ അർത്ഥം പറയുന്നത് സ്കോട്ടോസ് എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ്, നൈറ്റ് ഡാർക്ക്നെസ്. അപ്പൊ എക്സോസിയ സ്കോട്ടോസ് എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടിനെ വാഴ്ച നടത്താൻ പറ്റുന്ന, ഇരുട്ടിന് പ്രബലപ്പെടാൻ പറ്റുന്ന മേഖലകൾക്കാണ് എക്സോസിയ സ്കോട്ടോസ് എന്ന് പറയുന്നത്. വചനം പറയുന്നു അവിടുന്ന് നമ്മളെ ട്രാൻസ്ഫേർഡ് എന്ന് വെച്ചാൽ മെതിസ്റ്റമി. ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ മെതിസ്റ്റമി. ആ മെതിസ്റ്റമി എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് മെതിസ്റ്റമി എന്ന് പറയുന്നത്. വചനം പറയുന്നു ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ട്രാൻസ്ഫർ ചെയ്തു. മെതിസ്റ്റമി, നമ്മളെ സ്ഥലം മാറ്റി, മറ്റൊരിടത്തിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്തു. മറ്റൊരു മേഖലയിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് മെതിസ്റ്റമി എന്ന് പറയുന്നത്. ഇന്ന് തിരിച്ചറിഞ്ഞോ, നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവമക്കളെ ഒരു മെതിസ്റ്റമി സംഭവിച്ചിട്ടുണ്ട്. എവിടെന്നാ? നമ്മളെ കീഴ്പ്പെടുത്താൻ നോക്കിയ, നമ്മളെ തകർക്കാൻ നോക്കിയ, നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കിയ, നമ്മുടെ നന്മയെ മുടിക്കാൻ നോക്കിയ ആ പവർ ഓഫ് ഡാർക്ക്നെസ്സിനകത്തു നിന്ന് യേശു കർത്താവ് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു, നമ്മളെ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉറപ്പോടെ ഒന്ന് ഡിക്ലെയർ ചെയ്തേ, എൻ്റെ ലൈഫിനകത്ത് ഒരു ഷിഫ്റ്റിംഗ് സംഭവിച്ചു കഴിഞ്ഞുവെന്ന്. മക്കളെ, ഞാൻ ഈ വചനത്തെ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുക ഒരു സൂപ്പർ നാച്ചുറൽ മെതിസ്റ്റമി ഇന്ന് രാത്രിയിൽ തന്നെ നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടുകയാണ്. ഒരു അസാധാരണമായ മെതിസ്റ്റമി നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടുക ദൈവമക്കളെ. യെസ് ലോർഡ് ജീസസ്. നിങ്ങൾ ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ഒരു ഭയങ്കരമായ ട്രാൻസ്ഫർ, ഒരു ഭയങ്കരമായിട്ടുള്ള ഷിഫ്റ്റിംഗ്. വചനം പറഞ്ഞു റിമൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക്. ഇത് പറയുമ്പോൾ ഫിസിക്കലി ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന മേഖലകൾക്കകത്തു നിന്ന് കർത്താവ് നിങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ഉറപ്പിച്ച് അവിടെ നിങ്ങളുടെ അതിരുകളെ വിശാലപ്പെടുത്താൻ പോകുക. ഒരു ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ മറ്റൊരു സ്ഥലത്തേക്ക് മാറണമെന്ന് ആഗ്രഹിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ ഞങ്ങൾ പ്രവചിക്കുന്നു, ഒരു മെതിസ്റ്റമി നിങ്ങളുടെ ലൈഫിനകത്തേക്ക് കർത്താവ് വെളിപ്പെടുത്താൻ പോകുക. ഈ ഡിവൈസിനകത്ത് ആരുടെ മേലൊക്കെയോ അങ്ങനെ ഒരു അസാധാരണമായ ഷിഫ്റ്റിംഗ് നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. വിശ്വസിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ അതിനെ പിടിച്ചാട്ടെ. വചനം പറയുന്നു from the power of darkness has transferred unto the kingdom of son of his love. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു, ഞാൻ പവർ ഓഫ് ഡാർക്ക്നെസ്സിന്റെ കീഴിൽ നിന്ന് ഒരു മെതിസ്റ്റമി എൻ്റെ ലൈഫിൽ സംഭവിച്ചു. എൻ്റെ ലൈഫിനകത്ത് ബെസിലിയ ഹുയോസ് പുത്രന്റെ രാജ്യത്തിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അങ്ങനെയുള്ളവരോട് ഞാൻ പ്രവചിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ സ്നേഹസ്വരൂപനായ പുത്രനായ ക്രിസ്തുവിന്റെ കിങ്ഡത്തിനകത്താണ് നിങ്ങളായിരിക്കുന്നത്. സ്നേഹസ്വരൂപനായ ക്രിസ്തുവിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രാജ്യത്തിനകത്താണ് നിങ്ങളായിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരു റിലത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നതെന്ന്, ഒരു ഷിഫ്റ്റിംഗ് എൻ്റെ മേൽ, ഒരു മെതിസ്റ്റമി എൻ്റെ മേൽ റിലീസ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഒന്ന് എഴുന്നേറ്റ് പ്രൈസ് ചെയ്ത് തുടങ്ങിക്കോ കേട്ടോ. ആമേൻ. ഒന്ന് സ്പിരിറ്റ്ഫുൾ ആയിട്ട് ആരാധിച്ചു തുടങ്ങിക്കോ. ഇന്ന് നിങ്ങളെ കബളിപ്പിച്ച, നിങ്ങളെ നിങ്ങളോട് കള്ളത്തരങ്ങൾ പറഞ്ഞ, നമ്മുടെ മൈൻഡ് സെറ്റിനെ നാച്ചുറൽ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്ന ചില ഡീമോണിക് റിലത്തെ നിങ്ങൾ ഇന്ന് ജയിക്കാൻ പോകുക. ഹല്ലേലൂയ. ചില പൈശാചിക മണ്ഡലത്തെ നിങ്ങൾ ഇന്ന് ജയിക്കാൻ പോകുക. ദൈവമക്കളെ, ഇതിനകത്ത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഭവനത്തിനകത്ത് സംഭവിക്കും.
അമേൻ. പവർ ഓഫ് ഡാർക്ക്നെസിന്റെ ഒരു പ്രോബ്ലത്തെ ഞാൻ റിലീസ് ചെയ്യാം. അവന്റെ അവന്റെ വെപ്പൺ എന്താണെന്നറിയാവോ? നമ്മുടെ വേർഡ്സ് ആണ് അവന്റെ വെപ്പൺ എന്ന് പറയുന്നത്. നമ്മുടെ വാക്കുകളാണ് അവന്റെ വെപ്പൺ, അവന്റെ ആയുധം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന നെഗറ്റീവിനെ അവൻ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനകത്ത് അപ്ലൈ ചെയ്യും, അതിനെ അതുപോലെ തന്നെ റിലീസ് ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ നെഗറ്റീവായിട്ടും മടുപ്പോടെ പറയുന്ന ഇനി ഞാൻ രക്ഷപ്പെടത്തില്ലെന്നൊരു വേർഡ് പറഞ്ഞാൽ ഇത് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. പല രോഗങ്ങളും സൗഖ്യമാകാത്തതിന് കാരണം എന്താണെന്നറിയോ ദൈവമക്കളെ? ഈ രോഗം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് ഒരിക്കലെങ്കിലും വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗം നമ്മുടെ മേൽ ഒരു അധികാരമായിട്ട് കിടക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫ് പാർട്ട്ണറെ നോക്കി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫ്യൂച്ചറിനെ നോക്കി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാണ് സാത്താന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ഈവൻ ഈ വേർഡിനെ പിടിക്കും, ഇതിനെ പിടിച്ച് അത് നമ്മുടെ ലൈഫിനകത്ത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ നെഗറ്റീവിനെ ഇപ്പോൾ ഒന്ന് ആത്മാവിൽ കയറി ബ്രേക്ക് ചെയ്യാവോ? എന്താണോ വേർഡ് പറയുന്നത് അതേ നമ്മുടെ ലൈഫിനകത്ത് സംഭവിക്കത്തുള്ളൂ. അതിന് തടസ്സമായി നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കോട്ടകളായി കിടക്കുന്ന, അത് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പറ്റാതെ വണ്ണം കോട്ടകളായി കിടക്കുന്ന ചില നെഗറ്റീവ് വേർഡുകളെ ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നു. ദൈവമക്കളെ, അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത്, ആത്മാവിൽ ഒന്ന് ബ്രേക്ക് ചെയ്ത്, ആമേൻ, അഭിഷേകത്തിൽ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ആ കോട്ടകളെ നിങ്ങളൊന്ന് തകർത്താട്ടെ. നിങ്ങൾ ഇപ്പോൾ പുത്രന്റെ രാജ്യത്തിന്റെ മഹത്വത്തെയും തേജസ്സിനെയും നിറവിനെയും ദൈവമക്കളെ നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാപിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ചിലത് ബ്രേക്ക് ആകും, ചിലത് നിങ്ങളുടെ മേൽ വെളിപ്പെടും. ആമേൻ. ചിലത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും, ചിലത് നിങ്ങളുടെ ലൈഫിൽ അസാധാരണമായി വെളിപ്പെട്ടു വരാൻ തുടങ്ങും. ഞാൻ അതിനെ ഇങ്ങനെ പ്രവചിക്കുന്നു, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ നടന്നിട്ടില്ലാത്ത, ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില ഹെവലി ബ്ലെസ്സിങ്ങിനെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ അവകാശമായി എടുക്കുവാൻ പോകുക. അത് നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, നിങ്ങളുടെ മിനിസ്ട്രിയുടെ മേൽ, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ മേലേക്കൊക്കെ അത് അസാധാരണമായിട്ട് പകരപ്പെടാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ആള് മാറിയതുപോലെ ഒരു ഹയർ റിലം ദൈവമക്കളെ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിൽ ഒന്ന് ഡിക്ലെയർ ചെയ്തു തുടങ്ങിക്കേ, മെദിസ്റ്റിമി, എൻ്റെ ലൈഫിനകത്തൊരു ഭയങ്കര ഷിഫ്റ്റിംഗ് സംഭവിച്ചിരിക്കുക. ഞാൻ അതിനെ പ്രവചിക്കുന്നു. ഫിസിക്കലി നിങ്ങൾ ഷിഫ്റ്റ് ആകും, സോൾ റിലത്തിനകത്ത് നിങ്ങളുടെ മേൽ ഷിഫ്റ്റിംഗ് ഉണ്ടാകും, സ്പിരിച്വൽ റിലത്തിനകത്ത് നിങ്ങളുടെ മേൽ ഷിഫ്റ്റിംഗ് ഉണ്ടാകും. ആർക്കും നിങ്ങളെ ഇനി ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും പിടിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭയങ്കരമായ ആത്മതലം സ്വർഗം നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുവാനായിട്ട് തുടങ്ങും, തുറന്നു തരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ ഞാനിത് പറയുമ്പോൾ വിനോദ് എന്നുള്ള ഡിവൈസിനകത്ത് പരിശുദ്ധാത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന സീസണിനകത്താണ് നീ നിൽക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള അധികാരത്തിന്റെ മിനിസ്ട്രി കർത്താവ് നിങ്ങളുടെ മേലേക്ക് പകരും. നിങ്ങൾ കുടുംബമായി ദൈവരാജ്യത്തിനകത്ത് ഉറച്ചു നിൽക്കും. കർത്താവ് പറയുന്നു, നിങ്ങളുടെ മേൽ ഭയങ്കരമായിട്ടുള്ള റിസ്റ്റോറേഷൻ, വണ്ണസിനെ കർത്താവ് നിങ്ങളുടെ ഫാമിലിക്കകത്തേക്ക് പകരുവാനായിട്ട് തുടങ്ങും. ഒരു വലിയ ഫെലോഷിപ്പിന്റെ തൂണുകളായി, അടിസ്ഥാനമായി കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ കാണുന്നു. പല ഭാഷക്കാര് ചേർന്ന് വരുന്ന, പല ഭാഷക്കാർ നിറഞ്ഞു കവിയുന്ന ഒരു വലിയ ഫെലോഷിപ്പിന്റെ തലം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അതിനുള്ള വാതിലുകളെ കർത്താവ് തുറക്കും. നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലകൾ ബ്ലെസ്ഡ് ആകും. നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലകൾ ബ്ലെസ്ഡ് ആകും. അടുത്ത ജനറേഷനുകളെ കർത്താവ് അതിശക്തമായിട്ട് ഉപയോഗിക്കും. ജീസസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആത്മീക തലത്തെ നിങ്ങൾ പ്രാപിച്ചു തുടങ്ങിയാട്ടെ. ആ സാന്നിധ്യത്തെ നിങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയാട്ടെ. Thank you, Lord Jesus. Amen. കർത്താവിന്റെ കരം നിങ്ങളുടെ മേൽ അസാധാരണമായിട്ട് വെളിപ്പെടുക കേട്ടോ. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട്, അതിശക്തമായിട്ട് ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുക. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവേ, താങ്ക് യു ലോർഡ്. എല്ലാവരും താങ്ക് യു ജീസസ്.
ആമേൻ. ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ ഷിഫ്റ്റിംഗ് ഇവരുടെ മേൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ ഷിഫ്റ്റിംഗ് ഇവരുടെ മേൽ അസാധാരണമായി സംഭവിക്കുന്നതിനായി നന്ദി കർത്താവെ. ആത്മീക തലങ്ങളെ ഇവരുടെ മുമ്പിൽ അങ്ങ് അധികമായി തുറക്കുന്നതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആത്മീക തലങ്ങൾ തുറക്കപ്പെടുന്നതിനായി നന്ദി. ആത്മീക തലങ്ങൾ ഇവരുടെ മേൽ അതിശക്തമായി ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നു. Yes, thank you, Lord Jesus. Amen. ഇവിടെ നോക്കിയേ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിനകത്ത്. ഇന്ന് ആ പദത്തെ ഒന്ന് സ്വീകരിച്ച് നിങ്ങളൊന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങിയാട്ടെ. യെസ് ലോർഡ് ജീസസ്. കർത്താവെ, ഞങ്ങളുടെ മേൽ ആത്മീക തലങ്ങൾ തുറക്കപ്പെടണം. ഞങ്ങളുടെ മേൽ ആ ആത്മീക തലങ്ങൾ തുറക്കപ്പെടണപ്പ. ഞങ്ങളുടെ മേൽ ആമേൻ. യെസ് ലോർഡ് ജീസസ്. കർത്താവേ, ഞങ്ങളുടെ മേൽ, കുടുംബത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും ആമേൻ, യെസ് ലോർഡ്, അതിനെ ജയിക്കത്തക്ക രീതിയിലുള്ള ആമേൻ ഒരു ആത്മീകമായ മേഖല ഞങ്ങളുടെ മേൽ തുറക്കപ്പെടുവാൻ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യെസ് ലോർഡ് ജീസസ്. റാൽഖാമ സഗറ്റേരിയ. ഒരു നിമിഷം എല്ലാവരും പ്രൈസ് ചെയ്താട്ടെ. ഒരു നിമിഷം അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങിയാട്ടെ. പിതാവേ, താങ്ക് യു ലോർഡ് ജീസസ്. ലാസിയാംടെ റമാലഗസിയാംടെ റാബ്രഹാസിയാംടെ റബാലഗസിയ. താങ്ക് യു ലോർഡ് ജീസസ്. റാൽഖാ സിഗറ്റേരി ഹർമല റഗറ്റേരി ലബ്രഹാസിയാംടെ റബാഷസ് ഗ്ലോറി Tebrabalagazian, Tala Prabaragazia, Remamala Haziam Teria, Rabaushas Glory, Labrahazia, Tala Prabagazia. Thank you, Jesus. Ralkama, Zigateria, Remeteri, Rabalagaziante. Thank you, Jesus. Hallelujah. Amen. ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ വന്നു. Amen. Thank you, Jesus. Amen. ഒന്ന് നോക്കിയാൽ അത് ഷിഫ്റ്റിങ്ങിന്റെ സമയമാണ്. ഷിഫ്റ്റിങ്ങിന്റെ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. Amen. എവിടെ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ് നമ്മളെ മേൽ ഇൻഫ്ലുവൻസ് നടത്തിയോ, ഇന്ന് ദൈവമക്കളെ ആ ദൈവരാജ്യത്തിന്റെ മഹത്വം നമ്മുടെ മേലേക്ക് പകരപ്പെടാൻ പോകുക. ഇവിടെ അവാർഡിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ഒരു ഭയങ്കര അസാധാരണമായ ആത്മതലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ കയറ്റാൻ പോകുക. അതുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. ആമേൻ. ആ രണ്ട് പദങ്ങളെ നോക്കി അവിടെ പറയാണ്, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് നമ്മൾ കണ്ടതുപോലെ അവിടെ കർത്താവ് പറയുക, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന്. ആ പദത്തെ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച്, അവിടെ കർത്താവ് പറയുക, കാലം തികഞ്ഞു, ആമേൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ അകത്ത് വിശ്വസിക്കുക. ആമേൻ. ആ പദത്തെ ആമേൻ നമുക്ക് ഒന്നും കൂടെ നോക്കാം. അവിടെ കർത്താവ് പറഞ്ഞു കാലം തികഞ്ഞു. ഓക്കെ, അപ്പം ഈ കർത്താവ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആമേൻ. ആമേൻ. കർത്താവ് ആ പദത്തെ എടുത്ത് ഇങ്ങനെ പറയാ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ ഒരു സീസൺ തികഞ്ഞു കഴിഞ്ഞു, അടുത്ത ഒരു റിലം തുറക്കുന്നതാ പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നത്. കർത്താവ് പറയാ, ഒരു സീസൺ കഴിഞ്ഞു, അടുത്ത ഒരു സീസണിലേക്ക് ആമേൻ നമ്മൾ തിരിയുകയാണ്. ആമേൻ. കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവമക്കളെ, വേർഡിനകത്ത് നമുക്ക് 3 തരത്തിലുള്ള ടൈമിനെ കാണുവാനായിട്ട് സാധിക്കും. 3 തരത്തിലുള്ള ആമേൻ സമയത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് എയോൺ എന്നുള്ള ഒരു ടൈം സോൺ ആണ്. എയോൺ എന്ന് പറഞ്ഞാൽ ആ ടൈം സോണിനെ ആമേൻ നമുക്ക് എറ്റേണൽ ലൈഫ് അല്ലെങ്കിൽ നിത്യമായ സമയത്തെയാണ് അയോൺ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിത്യമായി കിടക്കുന്ന സമയം, അല്ലെങ്കിൽ ആമേൻ എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എറ്റേണൽ ആയിട്ടുള്ള ടൈം സോണിനാണ് അയോൺ എന്ന് പറയുന്നത്. മറ്റൊരു സമയം നമുക്കറിയാം, ഈ വേൾഡിനകത്ത് വ്യാപരിക്കുന്ന ഈ വേൾഡിനകത്തുള്ള ഒരു സമയമാണ്, അതിനെ ക്രോണോസ് എന്നാണ് പറയുന്നത്. അടുത്തൊരു ടൈം സോൺ ക്രോണോസ് എന്നുള്ള പദമാണ്. എന്ന് വെച്ചാൽ ക്രോണോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആമേൻ, ഈ ലോകത്തിന്റെ ടൈമാണ്, ക്ലോക്ക് ടൈമിനാണ് ക്രോണോസ് എന്ന് പറയുന്നത്. ക്ലോക്ക് ടൈം. ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലോക്ക് ടൈം എന്ന് വെച്ചാൽ ആമേൻ സെക്കൻഡുകളും മിനിറ്റുകളും വർഷങ്ങളും മാസങ്ങളും ഒക്കെ ഉള്ള ടൈമിനാണ് ക്രോണോസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ വേൾഡിലായിരിക്കുമ്പോൾ നമ്മൾ ക്രോണോസിന്റെ അകത്താണ് നമ്മളായിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ ക്രോണോസിന്റെ അണ്ടറിലാണ് മൂവ് ആകുന്നത്. നമുക്കെല്ലാവർക്കും കാലങ്ങളുണ്ട്, ആമേൻ, സമയങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും മാസങ്ങളുണ്ട്, വർഷങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു ടൈം സോണിനകത്താണ് നമ്മളായിരിക്കുന്നത്. അപ്പം ക്രോണോസിനകത്താണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഈ ക്രോണോസിന്റെ പ്രത്യേകത ഇതാണ്, ഇതിനൊരു സീസൺ ഉണ്ട്.
ഇതിനൊരു സീസൺ ഉണ്ട്. ആമേൻ. എന്ന് വെച്ചാൽ വിതയ്ക്കാനായിട്ട് ഒരു കാലം, വിതച്ച് ഉടനെ കൊയ്ത്തു നടക്കത്തില്ല. വിതച്ചാൽ അതിന് വളർന്ന് കൊയ്യാനായിട്ട് മറ്റൊരു സീസണാണ്. അപ്പോൾ ക്രോണോസിന് അതിൻ്റെ ഒരു കാലതാമസമുണ്ട്. വിതച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നാലേ കൊയ്ത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ക്രോണോസ് അതിൻ്റെ ടൈം സോണിനകത്തു മാത്രമാണ് മൂവ് ആകുന്നത്. അതിൻ്റെ ടൈം സോണിനപ്പുറമായിട്ട് അതിനൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ടൈം സോണിനപ്പുറമായിട്ട് വേഗത്തിൽ ഒരു കാര്യം ചെയ്യാനായിട്ടോ സ്ലോ ആയിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ടോ സാധിക്കത്തില്ല. ഒരു ടൈം സോണിനകത്ത് പോകുന്നതാണ് ക്രോണോസ്. നമ്മളായിരിക്കുന്ന ക്ലോക്ക് ടൈം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഈ ക്ലോക്ക് ടൈമിനകത്താണ് ദൈവമക്കളെ ആയിരിക്കുന്നത്. ഈ ക്ലോക്ക് ടൈമിനെയാണ് ഡീമന് സ്വാധീനിക്കാൻ കഴിയുന്നത്. ഈ ക്രോണോസിനകത്താണോ ഇതിനകത്ത് നമുക്ക് വരേണ്ട നന്മയെ ഇവന് ബ്ലോക്ക് ചെയ്യാനായിട്ടും ഇവൻ എന്ത് ചെയ്യണം, ഡിലേ ആക്കി മാറ്റാനായിട്ടും സാധിക്കും. നമുക്ക് നമ്മുടെ 20ാമത്തെ വയസ്സിൽ നമുക്ക് ലഭിക്കേണ്ട, അല്ലെങ്കിൽ 25ാമത്തെ വയസ്സിൽ നമുക്ക് തുറക്കേണ്ട ചില മേഖലയെ ഇവന് ബ്ലോക്ക് ചെയ്യാനും ഡിലേ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പം 2 ടൈം സോണിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് അയോൺ എന്നുള്ള ടൈം സോൺ, 2 ക്രോണോസ് എന്ന ടൈം സോൺ. പക്ഷെ ഇവിടെ യേശു കർത്താവ് കാലം തികഞ്ഞു എന്ന് പറയുമ്പോൾ, യേശു കർത്താവ് ഇവിടെ ദ ടൈം ഹാസ് ബീൻ ഫുൾഫിൽഡ് എന്ന് പറയുമ്പോൾ, ദ ടൈം ഹാസ് ബീൻ ഫുൾഫിൽഡ് എന്ന് പറയുമ്പോൾ അവിടെ അയോൺ എന്ന പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എറ്റേണൽ ടൈമിനെ അല്ല കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ കർത്താവ് ക്രോണോസ് എന്നുള്ള ഈ വേൾഡിന്റെ ക്ലോക്ക് ടൈമിനെ അല്ല കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. മറിച്ച് അവിടെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന പദം, അവിടെ കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം നമ്മൾ ശ്രദ്ധിച്ച്, കെയ്റോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ പറയുന്നത് ഇതാ, കെയ്റോസ് ഹാസ് ബീൻ ഫുൾഫിൽഡ്. ആമേൻ. ക്രോണോസ് എന്ന പദമല്ല കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. എയോൺ എന്ന പദമല്ല കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. ദ ടൈം ഹാസ് ബീൻ ഫുൾഫിൽഡ് എന്നുള്ള ആ വേർഡ് മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് കർത്താവ് പറയുമ്പോൾ അവിടെ കെയ്റോസ് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട നിർണായകമായ സമയത്തിനാണ്, ദൈവത്തിന്റെ റൈറ്റ് ടൈമിനാണ് കെയ്റോസ് എന്ന് പറയുന്നത്. ഒന്ന് കരം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം അല്ലെങ്കിൽ നിർണായകമായ സമയം, അവസരോചിതമായ റൈറ്റ് ടൈമിനാണ് കെയ്റോസ് എന്ന് പറയുന്നത്. അപ്പോൾ യേശു കർത്താവ് ഇവിടെ ഇത് കിങ്ഡം ഓഫ് ഹാർട്ട് ഈസ് നിയർ അറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ക്രോണോസിലല്ല, ക്രോണോസിന്റെ ടൈമിലല്ല. നമ്മളത് നേരത്തെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ കേട്ടിരിക്കുന്നത് ഇതാണ്, ന്യായപ്രമാണത്തിന്റെ കാലം കഴിഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മെസ്സേജുകൾക്കകത്തെല്ലാം കേട്ടിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ കാലം കഴിഞ്ഞു, ഇപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പക്ഷെ ഇതിനകത്തുള്ള മീനിങ് കർത്താവ് പറയുന്നത് കെയ്റോസ് has been fulfilled. ദൈവരാജ്യത്തിന്റെ സമയം വന്നിരിക്കുന്നു, ദൈവത്തിന്റെ റൈറ്റ് ടൈം വന്നിരിക്കുന്നു, ദൈവത്തിന്റെ നിർണായകമായ ശരിയായിട്ടുള്ള സമയം വന്നിരിക്കുന്നു. ആ ദൈവത്തിന്റെ സമയത്താണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോട്ടെ, കിങ്ഡം ഓഫ് ഗോഡിനകത്ത് വ്യാപരിക്കുന്ന ടൈം സോൺ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ടൈം സോണായ ക്രോണോസ് അല്ല, മറിച്ച് ദൈവത്തിന്റെ റൈറ്റ് ടൈമായ കെയ്റോസ് അത്രേ കിങ്ഡം ഓഫ് ഗോഡിനകത്ത് ആക്റ്റീവ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഈ വേൾഡിനകത്താണെങ്കിൽ, കോസ്മോസിനകത്താണെങ്കിൽ നമ്മൾ ക്രോണോസിന്റെ അണ്ടറല്ല. ക്രോണോസ് എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, ക്ലോക്ക് ടൈം. എന്ന് വെച്ചാൽ ക്രോണോളജിക്കൽ ടൈം. ആ കാലക്രമത്തിന് അനുസരിച്ചുള്ളത്. നമ്മൾ ഈ വേൾഡിനാണെങ്കിൽ നമ്മളായിരിക്കുന്നത് ക്രോണോസിന്റെ അണ്ടറല്ല. പക്ഷേ ഈ വേൾഡിനകത്തു നിന്ന്, കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്സിനകത്തു നിന്ന് ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ടൈം സോൺ അവിടെ ഷിഫ്റ്റ് ആകുക. അവൻ ക്രോണോസിൽ നിന്ന് കെയ്റോസിലേക്കാണ് ഷിഫ്റ്റ് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സഭയെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ദൈവമക്കളെ, ഒരു മെതിസ്റ്റമി നിങ്ങളുടെ മേൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഷിഫ്റ്റിംഗ് നിങ്ങളുടെ മേൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, യെസ് ലോർഡ്, ഒരു കൈമാറ്റം നിങ്ങളുടെ മേൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കർത്താവ്
ആമേൻ, ഒരു ഷിഫ്റ്റിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്രോണോസിൽ നിന്ന് കെയറോസിലേക്കാട്ട് ആമേൻ കർത്താവ് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് തിരിച്ചറിഞ്ഞു, ദൈവരാജ്യത്തിനകത്താണോ നിങ്ങളുടെ ടൈം സോൺ അവിടെ ചേഞ്ച് ആയി കഴിഞ്ഞു. ദൈവരാജ്യത്തിനകത്താണോ നിങ്ങളുടെ ആമേൻ ടൈം പീരീഡ് അവിടെ മാറുകയാ. എവിടെയാ? ആമേൻ, ഈ വേൾഡിന്റെ ടൈം സോണിൽ നിന്ന് ദൈവത്തിന്റെ റൈറ്റ് ടൈമിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പുള്ളവർ ഇന്ന് രാത്രി പ്രവചിച്ച് ഒന്ന് ഡിക്ലെയർ ചെയ്തേ, ഞാൻ ദൈവത്തിന്റെ റൈറ്റ് ടൈമിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ക്രോണോസിലല്ല, ദൈവത്തിന്റെ റൈറ്റ് ടൈമിലാണെന്ന് ആത്മാവിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടൊന്ന് പ്രഖ്യാപിച്ചാട്ടെ. ഓ യെസ് ലോർഡ് ജീസസ്. അത് വിശ്വസിക്കുന്നവർ, അതിനകത്തുറപ്പുള്ളവർ, ആമേൻ, ആത്മതലത്തിനകത്തേക്ക് കയറിക്കോ ദൈവമക്കളെ. ടൈം സോൺ മാറിയാൽ ആമേൻ, ഇതുവരെ ഡിലേ ആയതെല്ലാം നിങ്ങളുടെ ലൈഫിനകത്ത് തുറക്കപ്പെടുവാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രവചിക്കുക, ആമേൻ, ഇതുവരെ കേട്ട പ്രവചനങ്ങൾ, കേട്ട വാക്തത്വങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു ഭാരം നിങ്ങളുടെ അകത്തുണ്ടല്ലോ. ഇതുവരെ ഞാൻ കേട്ട പ്രവചനങ്ങൾ, ഇതുവരെ ഞാൻ കേട്ട ആമേൻ വാക്തത്വങ്ങൾ, എൻ്റെ പ്രായം കഴിഞ്ഞു പോകുന്നു, എൻ്റെ ആരോഗ്യത്തിന്റെ സ്ഥിതി ആമേൻ അത് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുക, ഞാൻ കേട്ടതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി ഈ റിലം നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ മേലേക്ക് കൈമാറുകയാ. ആമേൻ, പിശാച് ക്രോണോസിനകത്ത് ഡിലേ ആക്കിയത് മുഴുവൻ ആമേൻ കെയറോസിനകത്ത് തുറക്കപ്പെടുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ. ഇതിന്റെ രണ്ടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ദൈവമക്കളെ? ക്രോണോസിനെ പിശാചിനെ ഡിലേ ആക്കി മാറ്റാൻ സാധിക്കും, അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഈ ലോകത്തിന്റെ സമയമാ, ഈ ലോകത്തിൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയമാ. ഈ ലോകത്തെ ആരാണോ അതിനെ സ്വാധീനിക്കുന്നത്, അതിനെ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഡാർക്ക്നെസ്സിന്, ആ കിങ്ഡത്തിന് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ കെയറോസിനെ ഒരു ഡീമോണിക് റിലത്തിനും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കെയറോസിനെ ഒരു പൈശാചിക മണ്ഡലത്തിനും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് വ്യാപരിക്കുന്ന നന്മയെ ആമേൻ, അതിനകത്ത് റിലീസ് ആകേണ്ടത് റൈറ്റ് ടൈമിൽ തന്നെ തുറക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ അതിനെ റിസീവ് ചെയ്തിട്ട് പറഞ്ഞോ, ഞാൻ കെയറോസിനകത്ത് ഒരു ഡീമനും ഇനി എന്റെ ടൈമിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓ, എന്റെ നന്മയെ ഒരു പൈശാചിക മണ്ഡലത്തിനും അങ്ങനെയാണെങ്കിൽ ഞാൻ കൈമാറുക ദൈവമക്കളെ. ചിലതൊക്കെ ഇന്ന് രാത്രി റിലീസ് ചെയ്യപ്പെടുകയാണ്, ചിലതൊക്കെ ഇന്ന് രാത്രി തുറക്കപ്പെടുകയാണ്. ഓ, ചിലതൊക്കെ ഇന്ന് രാത്രി ഓപ്പൺ ആകുകയാണ്, ചിലതൊക്കെ ഇന്ന് രാത്രിയിൽ അഹരോന്റെ വടിയെടുത്ത് ദൈവത്തിന്റെ കൂടാരത്തിനകത്ത് വെച്ച്, കെയറോസിനകത്ത്, ദൈവ സാന്നിധ്യത്തിനകത്ത്, ദൈവ സാന്നിധ്യം ഉള്ളെടുത്ത് വ്യാപരിക്കുന്ന ടൈംസും അത് കെയറോസാണ്. നിങ്ങൾ പ്രസൻസിനകത്താണോ, നിങ്ങൾ ഗ്ലോറിക്കകത്താണോ, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനകത്താണോ, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ പ്രസൻസിനകത്താണോ ചലിക്കുന്നത്, നിങ്ങളുടെ മേൽ ആക്റ്റീവ് ആകുന്ന സമയം കെയറോസാണ്. നോക്കിയേ, അഹരോന്റെ വടി അത് ഉണങ്ങിയതാ, അത് മണ്ണുമായി ഒരു ബന്ധമില്ലാത്തതാ, ഒരംശം പോലും വേര് മുളയ്ക്കാത്തതാ. അത് ഉണങ്ങിയ ഒരു വടിയാ. നാളുകളായി അത് ശാഖകളായിട്ടോ മണ്ണുമായിട്ടോ കണക്ഷൻ ഇല്ലാതെ കിടക്കുന്നതാ. പക്ഷേ അത് കിങ്ഡം ഓഫ് ഗോഡിലേക്ക് അത് കെയറോസിലേക്ക് വന്നപ്പോൾ അതിന്റെ സ്ഥിതി മാറാൻ തുടങ്ങി. ഒറ്റ രാത്രി കൊണ്ട് അത് തളർത്തു പൂക്കുവാനായിട്ട് തുടങ്ങി. യെസ് ലോർഡ്. ഞാൻ പറയും, ഒരു രാത്രി അതിനാവശ്യമായി വന്നില്ല. ആ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ, അന്നത്തെ രാത്രിയിൽ ഏതോ സെക്കൻഡിൽ അതിന്റെ മേൽ ദൈവശക്തി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ, ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ, അത് കെയറോസിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിന്റെ സ്ഥിതി മാറാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കൈമാറുന്നു ദൈവമക്കളെ, ഈ രാത്രിയിൽ നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുന്ന ദൈവത്തിന്റെ ടൈം സോൺ നിങ്ങളുടെ ആത്മീക തലത്തിനകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത് തുറക്കപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ക്രോണോസിനകത്ത് നമ്മൾ ഡിലേ ചെയ്യാൻ പറ്റുമെന്ന്, നമ്മുടെ വേഗതയെ കുറയ്ക്കാൻ പറ്റും. നമ്മൾ ചെയ്തതിന് എല്ലാം പിന്നെയും ഒന്നേന്ന് തുടങ്ങുന്ന രീതിയിലേക്ക് അവന് തന്ത്രപരമായിട്ട് നമ്മളെ തിരിക്കാൻ പറ്റും.
പക്ഷേ നിങ്ങൾ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം സോണുകൾ ഷിഫ്റ്റ് ആകും. ഇന്ന് ഞാൻ പ്രവചിക്കുമ്പോൾ, ഇന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആരുടെയൊക്കെയോ ടൈം സോണുകൾ ചേഞ്ച് ആകിയ ദൈവമക്കൾ, ഭയങ്കരമായി ചേഞ്ച് ആകിയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ അവൻ ഡിലേ ചെയ്തു അതിനെയെല്ലാം പരിശുദ്ധാത്മാവ് തുറക്കുന്ന ഒരാത്മതലം ഇന്ന് നിങ്ങളുടെ മേൽ ഭയങ്കരമായി ചലിക്കാൻ പോകുക. നിങ്ങളുടെ ലൈഫിനെ സ്വർഗം ഏറ്റെടുക്കുന്ന രാത്രിയാണെന്ന് തിരിച്ചറിയുന്നവർ ഇന്ന് അതിനെ സ്വീകരിച്ചു തുടങ്ങിയാട്ടെ. ലോർഡ് ജീസസ്. കാരണം ദൈവമക്കളെ, പിതാവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ റൈറ്റ് ടൈമിലേക്ക് പ്രവേശിക്കണമെന്നാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ ടൈം സോണിലേക്ക് പ്രവേശിക്കണമെന്നാണ്. ആമേൻ. അവിടെ ഞാൻ പറയാം, അവിടെ ഡിലേ ആകത്തില്ല, അവിടെ നേരത്തെയും ആകത്തില്ല, അവിടെ കറക്റ്റ് ടൈമിനകത്ത് അത് തുറക്കപ്പെടും. റൈറ്റ് ടൈമിനകത്ത് തുറക്കപ്പെടും. ഇന്നൊന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഒരു ഷിഫ്റ്റിംഗ് എൻ്റെ ലൈഫിനകത്ത് വെക്കാൻ പോകുക. എവിടുന്ന? ക്രോണോസിൽ നിന്ന് കെയറോസിലേക്കുള്ള ഒരു ഷിഫ്റ്റിംഗ് എൻ്റെ ലൈഫിനകത്ത് ഇന്ന് സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. കാരണം ദൈവപുത്രന്മാരുടെ ടൈം സോൺ ആണ് കെയറോസ് എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ ടൈം സോൺ അല്ല, ദൈവ മക്കളുടെ, ദൈവപുത്രന്മാരുടെ ടൈം സോൺ ആണ് കെയറോസ് എന്ന് പറയുന്നത്. ദൈവം അവരുടെ കരത്തിൽ റൈറ്റ് ടൈമിൽ ചിലതിനെ റിലീസ് ചെയ്യുവാനായിട്ട് തുടങ്ങും. ആമേൻ. എന്തുകൊണ്ട്? കർത്താവ് കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ച് തന്നെ ആമേൻ ശിഷ്യന്മാരെ 40 ദിവസവും അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം ദൈവം ആഗ്രഹിച്ചത് നമ്മൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കണമെന്നാണ്. ആമേൻ. ഒരു എറ്റേണൽ കിങ്ഡത്തിനകത്തേക്ക് പ്രവേശിക്കണമെന്ന, നമ്മളുടെ ആയിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ രാജ്യത്തെ നമ്മൾ വെളിപ്പെടുത്തണമെന്ന. ആമേൻ. നമ്മൾ ആയിരിക്കുന്ന ദേശത്ത് ദൈവരാജ്യത്തിലൂടെ ആ ദേശത്തെ നമ്മൾ സ്വാധീനിക്കണമെന്ന. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി റിലീസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വരുന്ന സകല പ്രൊവിഷനും, ഇനി നിങ്ങളുടെ മേൽ വരുന്ന സകല നന്മയും അത് ഈ വേൾഡിന്റെ നന്മയായിരിക്കത്തില്ല, മറിച്ച് ആമേൻ ദൈവരാജ്യത്തിന്റെ പ്രൊവിഷൻ ഒരു കൂട്ടം ജനറേഷനെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. ആമേൻ. അങ്ങനെ ഉറപ്പുള്ളവർ പറഞ്ഞേ ആമേൻ, എൻ്റെ സഹായം ഈ ലോകത്തിൽ നിന്നല്ല, എൻ്റെ സഹായം അത് വ്യക്തികളിൽ നിന്നല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന്. ദൈവമക്കളെ, നിങ്ങളുടെ പ്രൊവിഷന്റെ നിലവാരങ്ങൾ മാറാൻ പോകുക കേട്ടോ. നിങ്ങളുടെ പ്രൊവിഷന്റെ സ്റ്റാൻഡേർഡുകൾ മാറാൻ പോകുക, നിങ്ങളുടെ പ്രൊവിഷന്റെ ലെവലുകൾ മാറാൻ പോകുക. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. എൻ്റെ മേൽ കിടക്കുന്ന പുത്രത്വത്തിൽ നിന്നുകൊണ്ട് ആമേൻ ദൈവികമായ ഡിവൈൻ പ്രൊവിഷനിലേക്ക് പരിശുദ്ധാത്മാവിനെ ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് ഉറപ്പുള്ളവർ ആത്മാവിലൊന്ന് അതിനെ റിസീവ് ചെയ്തു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ സമയം തുറന്നു. നിങ്ങളുടെ സമയം, കർത്താവ് പറഞ്ഞതുപോലെ യുവർ ടൈം ഹാസ് ബീൻ ഫുൾഫിൽഡ്. നിങ്ങളുടെ സമയം ഓപ്പൺ ആയി കഴിഞ്ഞു ദൈവമക്കളെ. യുവർ ടൈം, യുവർ കെയറോസ് ഹാസ് ബീൻ ഫുൾഫിൽഡ്. അത് വരുമെന്നല്ല കർത്താവ് പറഞ്ഞേ, കാലം തികയുമെന്നല്ല കർത്താവ് പറഞ്ഞേ, നിങ്ങളുടെ ടൈം ഹാസ് ബീൻ ഫുൾഫിൽഡ്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ കാലം തികഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ദൈവത്തിന്റെ റൈറ്റ് ടൈം നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ അപ്പോയിന്റഡ് ടൈം നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ റിലീസ് ചെയ്യുന്നു, ഇനി ചില എൻകൗണ്ടറുകൾ നിങ്ങളുടെ മേൽ സംഭവിക്കും. ഹല്ലേലൂയ. ചില എൻകൗണ്ടറുകൾ നിങ്ങളുടെ മേൽ സംഭവിക്കും. ആമേൻ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കത്തില്ല ദൈവമക്കളെ, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എൻകൗണ്ടറിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുവാനായിട്ട് തുടങ്ങും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മേൽത്തരമായ ഡോറുകളെ തുറക്കാൻ തുടങ്ങും. ആമേൻ. മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുവാനായിട്ട് തുടങ്ങും. ഞാൻ അതിനെ റിലീസ് ചെയ്യുക. എത്ര പേർ അതിനെ പ്രാപിക്കാൻ റെഡിയാ? ഇതൊരു മെസ്സേജ് പോലെ നിങ്ങൾ കേൾക്കണ്ട. കാരണം പിതാവ് നമുക്ക് വേണ്ടി സ്വർഗം ചിലതിനെ റിലീസ് ചെയ്യുക. കേൾക്കുക മാത്രമല്ല, അതിനെ പിടിക്കുന്നവരായി, അതിനെ സ്വീകരിക്കുന്നവരായി മാറിയാട്ടെ. ആമേൻ. ലോകം നിങ്ങളെ കണ്ട് അത്ഭുതപ്പെടുന്ന രീതിയിൽ ചില ബ്ലെസ്സിംഗ് നിങ്ങളുടെ മേൽ ആമേൻ വീഴാൻ പോകുക.
ലോകം അത്ഭുതപ്പെടുന്ന രീതിയിൽ. കാരണം ഇത് മാനുഷികമായിട്ടുള്ളതല്ല. ഇത് ദൈവരാജ്യത്തിന്റെ അകത്തു നിന്ന് നിങ്ങളുടെ മേൽ സപ്ലൈ ആകുന്ന പ്രൊവിഷനാ. എത്ര പേർ വിശ്വസിക്കുന്നു? വചനം പറഞ്ഞു, എഫേഷ്യൻസ് 1:3 പറഞ്ഞു, സ്വർഗീയ തലത്തിനകത്തു കിടക്കുന്ന മുഴുവൻ സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിനകത്തും സകല ആത്മീക അനുഗ്രഹത്തിനാലും ക്രിസ്തുവേശുവിൽ പിതാവാം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്നും. നോക്കിയേ, സ്വർഗീയ തലത്തിനകത്തു കിടക്കുന്ന ആത്മീക അനുഗ്രഹത്തിനാൽ, സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിനാൽ പിതാവാം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്ന് എത്ര പേർ അതിനെ സ്വീകരിക്കാൻ റെഡി? ഇതുവരെ നമ്മൾ അത് വായിച്ചു, പക്ഷെ നമ്മുടെ ലൈഫിനകത്ത് വെളിപ്പെട്ടില്ല. പക്ഷെ ഇന്ന് കർത്താവിന്റെ രാജ്യത്തിലേക്ക് നിങ്ങൾ എൻ്റർ ആയി കഴിഞ്ഞാൽ ആ സ്പിരിച്വൽ ബ്ലെസ്സിങ്, ഹെവലി ബ്ലെസ്സിങ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് മറ്റുള്ളവർ കണ്ട് അതിശയപ്പെടുന്ന രീതിയിൽ അത് വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. ഞാൻ അതിനെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന ജ്ഞാനത്തെ, നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന കൃപയെ, നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന സമ്പത്തിനെ, നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന അഭിഷേകത്തെ മറ്റുള്ളവർ കണ്ട് അതിശയിച്ചിട്ട് ഇന്നലെ വരെ നിന്റെ മേൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ എങ്ങനെയാ ഇങ്ങനെ ഒരു വ്യത്യാസം സംഭവിച്ചെന്ന് അതിശയത്തോടെ ചോദിക്കത്തക്ക രീതിയിൽ സ്വർഗം നിങ്ങളുടെ മേലേക്ക് ചിലത് റിലീസ് ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. കെയ്റോസിന്റെ പ്രത്യേകത ഇതാ, ക്രോണോസിനകത്ത് ഒരു വെള്ളത്തെ വീഞ്ഞാക്കണമെങ്കിൽ, ഒരു വീഞ്ഞുണ്ടാക്കണമെങ്കിൽ അത് വർഷങ്ങളെടുത്താണ് ഒരു ഏറ്റവും നല്ല വീഞ്ഞ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. മാസങ്ങളല്ല, വർഷങ്ങളെടുക്കും ഏറ്റവും നല്ല വീഞ്ഞ് അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ യേശു കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയത് നമുക്കറിയാം, അത് സെക്കൻഡുകൾ കൊണ്ടാണ് അതിന്മേൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത്. ഇതാ ദൈവമക്കളെ കെയ്റോസിന്റെ പ്രത്യേകത. കെയ്റോസിനകത്ത് നിങ്ങൾ പ്രവേശിക്കാൻ തുടങ്ങിയാൽ വർഷങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട ചിലത് മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ കരത്തിലേക്ക് കൈമാറും. ഞാൻ അതിനെ പ്രവചിക്കുന്നു. 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, ചില വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ കരത്തിൽ വരേണ്ട ചിലത് ഇന്ന് ഈ കെയ്റോസിനെ, ഈ പ്രൊവിഷനെ ഞങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ മിനിറ്റുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് ചിലത് അത് കെയ്റോസിനകത്ത് പ്രാപിച്ചെടുക്കാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇല്ല കർത്താവ്, ഇത് എൻ്റെ മേൽ സംഭവിക്കും, ഇത് എൻ്റെ മേൽ നടക്കും, എൻ്റെ മേൽ സംഭവിക്കും. ആമേൻ. യെസ് ലോർഡ്. 18 വർഷമായിട്ട് രക്തസ്രാവമാ, കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് സംഭവിച്ചിരിക്കുക. വർഷങ്ങളായി ബ്ലീഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു വൈദ്യനാലും സൗഖ്യമാക്കാൻ പറ്റുന്നില്ല. അവളെ ഒന്ന് റിസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അവളെ ഒന്ന് ഹീൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ അവക്കൊരു കാര്യം മനസ്സിലായി, കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ ഒന്ന് തൊട്ടാൽ മതി, എൻ്റെ മേൽ ഒരു ഹീലിംഗ് നടക്കും. വർഷങ്ങളായി ഹീലാകാത്ത മേഖലകൾ, വർഷങ്ങളായി സൗഖ്യമാകാത്ത മേഖലകൾ ഇന്ന് ദൈവമക്കളെ ഞാൻ അതിനെ റിലീസ് ചെയ്യാം. കേൾക്കുകയല്ല, നമ്മൾ പ്രാപിക്കാൻ പോകുക. ഞാൻ വീണ്ടും പറയുന്നു, കേൾക്കുകയല്ല, നമ്മൾ പ്രാപിക്കാൻ പോകുക. എത്ര പേർ അതിനെ പിടിക്കാൻ റെഡിയാ? വർഷങ്ങളായി നിങ്ങളെ ഫോളോ ചെയ്യുന്ന ചില ഡയബറ്റിക്കൽ ഇഷ്യൂകൾ, വർഷങ്ങളായി നിങ്ങളെ ഫോളോ ചെയ്യുന്ന ചില ബ്ലഡ് സംബന്ധമായ രോഗങ്ങൾ, വർഷങ്ങളായി നിങ്ങളെ ഫോളോ ചെയ്യുന്ന ചില അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, വർഷങ്ങളായി നിങ്ങളെ ഫോളോ ചെയ്യുന്ന ചില മേഖലകൾ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ റൈറ്റ് ടൈമിനകത്ത്, കെയ്റോസിനകത്ത്, സാന്നിധ്യത്തിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല, സഡൻലി ഒരു ഹീലിംഗ് നിങ്ങളുടെ മേൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അതിനെ സ്വീകരിച്ചിട്ട് പറഞ്ഞേ, ഞാൻ ദൈവരാജ്യത്തിനകത്ത്, കെയ്റോസിനകത്തേക്ക് ഞാൻ ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. ധൈര്യമായി അതിനെ ഒന്ന് പ്രഖ്യാപിച്ച ദൈവമക്കളെ. പരിശുദ്ധാത്മാവിൽ ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുക. പരിശുദ്ധാത്മാവിൽ ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുന്നു. യെസ്, താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവ് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനകത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, വർഷങ്ങളായി കിടക്കുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി നമ്മൾ റിസൾട്ട് കണ്ടേ മതിയാകത്തുള്ളൂ.
മക്കളെ, ആമേൻ, പിശാസിന്റെ തന്ത്രങ്ങളാ ഡിലേ ആക്കുക എന്നുള്ളത്, പിശാസിന്റെ തന്ത്രങ്ങളാ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്, പിശാസിന്റെ തന്ത്രങ്ങളാ ആമേൻ അതിനോട് കോംപ്രമൈസ് ചെയ്തു പോകുക എന്നുള്ളത്. ഇന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സാഹചര്യത്തോട് കോംപ്രമൈസ് ചെയ്യത്തില്ല, ഇതുവരെ ഞാൻ കോംപ്രമൈസ് ചെയ്തു ഇല്ല, ഇന്ന് രാത്രി എനിക്കൊരു റിസൾട്ട് നടന്നേ പറ്റത്തുള്ളൂ. എത്ര പേർ വിശ്വസിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു റിസൾട്ട്, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവിതത്തിനകത്തൊരു റിസൾട്ട്, നിങ്ങളുടെ സഹോദരങ്ങളുടെ ആമേൻ ബന്ധങ്ങളുടെ ആമേൻ ഇടയ്ക്കകത്തൊരു റിസൾട്ട്, ഒരു ഭയങ്കരമായിട്ടുള്ള ആമേൻ മാനസാന്തരം രക്ഷിപ്പും ഇന്ന് രാത്രിയിൽ നടക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ ആത്മാവിലൊന്ന് പ്രേസ് ചെയ്ത് തുടങ്ങിയാട്ടെ. തലമുറകളുടെ മേൽ നടക്കുന്ന ഒരു റിസൾട്ട്, ആമേൻ കുടുംബത്തിനകത്ത് ജീവിത നിലവാരത്തിനകത്തേക്ക് സംഭവിക്കുന്ന ഒരു റിസൾട്ട് ഇന്ന് ഞാൻ കാണുമെന്ന് ആമേൻ വായുകളെ തുറന്നൊന്ന് പ്രഖ്യാപിച്ചാട്ടെ. യെസ് ലോർഡ് ജീസസ്, ആമേൻ, ആമേൻ. ഞാൻ പറഞ്ഞില്ലേ ദൈവമക്കളെ, ആമേൻ, ഡീമൻ നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്ന മേഖല, അവന്റെ വെപ്പൺ എന്ന് പറയുന്നത് നമ്മുടെ വേർഡാ ദൈവമക്കളെ. നമ്മൾ എന്താണോ വേർഡ് ഡിക്ലെയർ ചെയ്യുന്നത്, നമ്മൾ എന്താണോ വേർഡ് പറയുന്നത്, അതിനെ അവിടെ പിടിക്കുന്നത്. ഇതുപോലെ തന്നെ ദൈവമക്കളെ ദൈവരാജ്യത്തിന്റെയും ആമേൻ നമ്മുടെ ദൈവരാജ്യത്തിനകത്തും മഹത്വത്തിനകത്തും ചിലത് സംഭവിക്കണമെങ്കിൽ അവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രവചിക്കണമെന്നാണ്. ഹല്ലേലൂയ. നമ്മൾ ഡിക്ലെയർ ചെയ്യണമെന്ന നെഗറ്റീവ് പിശാച് ഹോൾഡ് ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിനകത്ത് അതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ കിങ്ഡം ഓഫ് ഗോഡിനകത്ത് നിങ്ങൾ എന്താണോ ഡിക്ലെയർ ചെയ്യുന്നത് അത് ആമേൻ ആമേൻ അത് മഹത്വത്തിനകത്ത് അതുപോലെ അത് ക്രിയേറ്റ് ആകും. ആമേൻ. വിശ്വസിക്കുന്നവരൊന്ന് ഡിക്ലെയർ ചെയ്തേ, ആമേൻ, ഗ്ലോറിക്കകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡ് പവർ പിതാവാം ദൈവം എനിക്ക് തന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ, വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിലൊന്ന് ശബ്ദമായി ഒന്ന് ആമേൻ ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. കാരണം നമുക്കത് യെഹെസ്കേൽ പ്രവചന പുസ്തകത്തിനകത്ത് 37-ാം അധ്യായത്തിനകത്ത് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയേ യഹോവയുടെ കൈ യെഹെസ്കേൽ പ്രവാചകന്റെ മേൽ വന്നു. ആമേൻ. അത് നോക്കിയേ, ഓൾ കവണന്റിനകത്ത് മാത്രമല്ല ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലും യഹോവയുടെ കൈ ചിലരുടെ മേൽ ഇറങ്ങി വരും. ആമേൻ. എത്ര പേർ ആഗ്രഹിക്കുന്നു യാഹുവയുടെ കരം, യാഹുവയുടെ ആത്മാവ് അതിശക്തമായി എൻ്റെ മേലും ഒന്ന് വെളിപ്പെടണമെന്ന് കൊതിക്കുന്നവർ ആ വചനത്തെ ഒരു ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഞാൻ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുക ദൈവമക്കളെ, എൻ്റെ മേൽ കിടക്കുന്ന പുത്രത്വത്തിൽ നിന്നുകൊണ്ട് ഡിക്ലെയർ ചെയ്യുക, യഹോവയുടെ ആത്മാവിന്റെ ശക്തി, ആമേൻ, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിങ്ങളുടെ മേലും ഇറങ്ങി വരും. യഹോവയുടെ കരം നിങ്ങളുടെ മേലും ഇറങ്ങി വരും. ആമേൻ. ആ ആത്മാവ് അവനെ പുറപ്പെടുവിച്ച് കൊട്ടാരങ്ങളിലേക്കല്ല കൊണ്ടുപോയത്. ആമേൻ. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ സമൃദ്ധിയിലേക്കല്ല കൊണ്ടുപോകുന്നത്. യേശുവിനെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോയത് മരുഭൂമിയിലേക്കാണ്. യെഹെസ്കേലിനെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോയത് അസ്ഥിത്താഴ്വരയിലേക്കാണ്. ആമേൻ. യഹോവയുടെ ആത്മാവ് ഉണ്ടോ, എവിടെയാണോ ദൈവത്തിന് നമ്മളെക്കുറിച്ച് പർപ്പസ് ഉള്ളത് അങ്ങോട്ടാണ് നടത്തുന്നത്. എപ്പോഴും രാജ്യങ്ങളിലേക്കായിരിക്കത്തില്ല നടത്തുന്നത്, എപ്പോഴും ആമേൻ യൂറോപ്പ് മേഖലകളിലേക്കായിരിക്കത്തില്ല നടത്തുന്നത്. ചില സമയത്ത് കർത്താവ് ചില ഗ്രാമങ്ങളിലേക്കായിരിക്കും നമ്മളെ നടത്തുന്നത്. ചില സമയത്ത് കർത്താവ് ഒന്നുമില്ലാത്ത ചില കോളനികളിലേക്കായിരിക്കും കർത്താവ് നടത്തുന്നത്. ആമേൻ. അവിടെ നമ്മൾ ഒരിക്കലും എൻ്റെ അഭിഷേകം ചെറുതായത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ ഈ മേഖലയിലേക്കും വലിയ അഭിഷിക്തന്മാരെ രാജ്യങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കരുത് മക്കളെ. വലിയ അഭിഷേകമുള്ളവരെ രാജ്യങ്ങളിലേക്കും ആമേൻ ചെറിയ അഭിഷേകമുള്ളവരെ താഴ്വരയിലേക്ക് നയിക്കുന്നതെന്ന് ചിന്തിക്കരുത്. ചെറിയ അഭിഷേകമുള്ളവരെ ഗ്രാമങ്ങളിലേക്ക് നയിക്കാൻ ചിന്തിക്കരുത്. കർത്താവ് ആരുടെ മേലാണോ ആമേൻ അധികം വിശ്വാസം വെക്കുന്നത് അവരെയാണ് കർത്താവ് ആമേൻ ആരുമില്ലാത്ത ഇടങ്ങളിലേക്ക് കർത്താവ് അയക്കുന്നത്. സമ്പത്തില്ലാത്തവരുടെ മേഖലകളിലേക്ക് ദൈവം ഒരുവനെ അയക്കുന്നുണ്ടെങ്കിൽ അവന്റെ മേൽ അതുപോലെ കർത്താവിന് വിശ്വാസമുള്ളത് കൊണ്ടാണ്. ആമേൻ. ഗ്രാമങ്ങളിലേക്കും ആമേൻ കോളനികളിലേക്കും ഒന്നുമില്ലാത്ത ആമേൻ ദാരിദ്ര്യമായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ദൈവം നിങ്ങളെ അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞു, ദൈവം എന്നെ അധികമായി വിശ്വസിച്ച ദൈവം ഈ പ്രോജക്റ്റ് എൻ്റെ മേൽ ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നോക്കി, യെഹെസ്കേലിനെ അസ്ഥിത്താഴ്വരയിലേക്ക് കൊണ്ടുപോയിട്ട് ആമേൻ കർത്താവ് അവനോട് ചോദിക്കുക, ആമേൻ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ആമേൻ. അസ്ഥികൾ ജീവിക്കുമെന്ന് കർത്താവ് അവനോട് ചോദിക്കുക. അവൻ പറയുന്നത്, കർത്താവേ അങ്ങേക്കറിയാം.
എന്നിട്ട് അവനോട് കർത്താവ് കൽപ്പിക്കുക, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയണം. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും മടിയുള്ള ഒരു മേഖലയാ നെഗറ്റീവ് സാഹചര്യത്തിനകത്ത് ബോൾഡായിട്ട് നിന്ന് അതിനോട് പ്രവചിക്കാൻ ഏറ്റവും മടിയുള്ള മേഖലയാണ്. കർത്താവിനോട് കൽപ്പിക്കുക, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയണം, അവയോട് സംസാരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് നോക്കി കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഡിക്ലെയർ ചെയ്യുകയാണ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ, ദൈവമക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില നെഗറ്റീവ് വേർഡുകളാണ് നമ്മളെ ബലഹീനരാക്കിയത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില അബദ്ധ വാക്കുകളാണ് നമ്മളെ രോഗികളാക്കി തീർത്തത്. നമ്മളുടെ ജീവിത നിലവാരത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളാണ് നമ്മളുടെ ജീവിതത്തിനകത്ത് ഉയർച്ചയില്ലാതാക്കി മാറ്റിയത്. നമ്മൾ പറഞ്ഞ ചില നെഗറ്റീവ് വേർഡുകളാണ് നമ്മുടെ കുടുംബത്തെ സെപ്പറേറ്റ് ആക്കി കളഞ്ഞത്, നമ്മുടെ മിനിസ്ട്രിയെ അതിനെ നശിപ്പിച്ചു കളഞ്ഞത്, നമ്മുടെ തലമുറകളെ ഇല്ലാതാക്കി കളഞ്ഞത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ ചില വാക്കുകളാ. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, ദൈവമക്കളെ, നഷ്ടപ്പെട്ടതിനെ നമ്മൾ വാക്കുകൾ കൊണ്ട് തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. എത്ര പേർ റെഡിയാ? ആമേൻ. ഓഹോ, ആമേൻ. എത്ര പേർ റെഡിയാ? എത്ര പേർ റെഡിയാ? ആമേൻ. ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ വാക്കുകൾ കൊണ്ട് ചിലതിനെ തിരിച്ചു പിടിക്കാൻ പോകുക ദൈവമക്കളെ. ആമേൻ. അതിന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഉപവസിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദാനധർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ ചിലതിനെ ക്യാൻസൽ ചെയ്ത്, ആമേൻ, ദൈവികമായിട്ടുള്ള ചിലതിനെ പ്രഖ്യാപിക്കാൻ റെഡിയാണോ? നിങ്ങൾ ചിലതിനെ തിരിച്ചു പിടിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ഇന്ന് രാത്രിയിൽ നഷ്ടപ്പെട്ട സീസണെ, നഷ്ടപ്പെട്ട അഭിഷേകത്തെ, നഷ്ടപ്പെട്ട സന്തോഷത്തെ, നഷ്ടപ്പെട്ട സമൃദ്ധിയെ ദൈവമക്കൾ തിരിച്ചു പിടിക്കുന്ന രാത്രിയായി മാറാൻ പോകുക. ഇപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ, അഭിഷേകത്തെ അനുഭവിക്കുന്നവർ, ദൈവശക്തിയെ അനുഭവിക്കുന്നവർ, ദൈവ കൃപയെ അനുഭവിക്കുന്നവർ, ആമേൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ആമേൻ. നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ, നഷ്ടപ്പെട്ട ആരോഗ്യത്തെ, നഷ്ടപ്പെട്ട സീസണുകളെ, നഷ്ടപ്പെട്ട സന്തോഷത്തെ, നഷ്ടപ്പെട്ട അഭിഷേകത്തെ, ആമേൻ, തിരിച്ചു പിടിക്കുവാൻ നിങ്ങളുടെ വിസ്താരത്തിൽ തുറന്ന് ചിലതിനെ പ്രസ്താവിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ആമേൻ. യഹോവ, ആമേൻ, എഗസ്കേലിനോട് കൽപ്പിച്ചു പറയുക, നീ അസ്ഥികളെ നോക്കി പ്രവചിക്കണം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എന്നാൽ അവിടെ പറയുക, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിനെന്നാ യഹോവ എഗസ്കേലിനോട് പറയുന്നത്. നോക്കിയേ, ആരോടാ കേൾക്കാൻ പറയുന്നേ? ഉണങ്ങി സെപ്പറേറ്റ് ആയി, ഒരു കണക്ഷനും ഇല്ലാതെ, കാതില്ലാത്ത അസ്ഥി, മാംസമില്ലാത്ത, മജ്ജയില്ലാത്ത, ജീവനില്ലാത്ത, സ്കിന്നില്ലാത്ത, അവൻ ഉണങ്ങി സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു അസ്ഥി കൂമ്പാരത്തോട് പറയുക, അസ്ഥികളോട് പറയാ, നിങ്ങൾ കേൾപ്പിൻ, യഹോവയുടെ വചനം കേൾപ്പിൻ. മക്കളെ, നമ്മൾ നോക്കി എങ്ങനെ അസ്ഥികൾക്ക് ദൈവത്തിന്റെ വചനത്തെ കേൾക്കാൻ പറ്റും? നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ കർത്താവ് പറയുക, അവയോട് പ്രവചിച്ചു പറയേണ്ടത് ഇതാണ്, അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് യെഹെസ്കേൽ പറയും, ഞാൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ അവയോട് പ്രവചിച്ചു. ആമേൻ. ഞാൻ എന്നോട് കൽപ്പിച്ചതുപോലെ അവയോട് പ്രവചിച്ചു. ആരോടാ? ഒരു സാധ്യതയും ഇല്ലാത്ത അസ്ഥികളോട്. ഇന്ന് നിങ്ങളുടെ ഒരു സാധ്യതയും ഇല്ലാത്ത മേഖലയാണോ? ഒരിക്കലും നടക്കാത്ത മേഖലയാണോ? ഒരു സാധ്യതയും ഇല്ലാത്ത മേഖലയാണോ? ദൈവമക്കളെ, നിങ്ങൾ കെയറോസിനകത്ത് നിന്നൊന്ന് പ്രവചിക്കാൻ റെഡിയാണോ? നിങ്ങൾ പ്രസ്താവിക്കാൻ റെഡിയാണോ? നിങ്ങൾ വാ തുറക്കാൻ റെഡിയാണോ? ആമേൻ. ദൈവരാജ്യത്തിനകത്താണെങ്കിലും ദൈവത്തിന് നമ്മളുടെ പ്രവചന ശബ്ദം ആവശ്യമാണ്, നമ്മുടെ വാക്കുകൾ ആവശ്യമാണ്. നമ്മൾ ചിലതിനെ കുറിച്ച്, ചിലതിനോട് അധികാരത്തോടെ പറയേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ നോക്കി വീണ്ടും പ്രവചിക്കുന്നു, മഹത്വത്തിൽ, ആമേൻ, വാക്കുകളിലൂടെ ചിലതിനെ സൃഷ്ടിക്കുവാനുള്ള അധികാരം, ആമേൻ, ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, കർത്താവ് നിങ്ങളുടെ മേലേക്ക് കൈമാറി തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു അതോറിറ്റി ഉണ്ട്, നിങ്ങളുടെ മേൽ ഒരു അധികാരമുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ നിങ്ങൾക്കൊരു റൈറ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആത്മതലത്തിനകത്ത് കയറി ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ.
ഹല്ലേലൂയ. നമ്മുടെ ബിലവഡ് ഫാദറിന്റെ, നമ്മുടെ പ്രിയപ്പെട്ട പിതാവിന്റെ, യാഹുവയുടെ ക്വാളിറ്റി ഒന്ന് ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചേ. യാഹുവെ ശൂന്യമായിട്ടുള്ള അന്തരീക്ഷങ്ങളെ നോക്കി, ശൂന്യമായി കിടക്കുന്നതിനെ നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകലതിനും ഉളവാക്കാൻ തുടങ്ങി. ആകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ആകാശമുണ്ടായി. ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. നമ്മുടെ പിതാവ് വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിവുള്ള പിതാവാണെങ്കിൽ ആ പിതാവിന്റെ മക്കൾക്കും നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുവാൻ, ഇല്ലാത്തതിനെ ഉളവാക്കാൻ അധികാരവും ശക്തിയുമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവപുത്രന്മാർ ഇന്ന് ആത്മാവിൽ എഴുന്നേറ്റിട്ട് ഒന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയട്ടെ. ഐ ഹാവ് ദി അതോറിറ്റി. എന്റെ മേൽ എന്റെ പിതാവ് ഒരധികാരം തന്നിട്ടുണ്ട്. ഞാൻ ഇനി സാഹചര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യത്തില്ല. ഞാൻ ഇനി സാഹചര്യങ്ങളെ നോക്കി എന്റെ ഗതി ഇങ്ങനെയാണെന്ന് പറയത്തില്ല, എന്റെ വിധി ഇങ്ങനെയാണെന്ന് പറയത്തില്ല. സാഹചര്യങ്ങളെ നോക്കി ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഞാൻ അടുത്ത തലത്തിനകത്തേക്ക് കയറി ചിലതിനെ പ്രവചിച്ച് ഉളവാക്കാൻ പോകുകയാണെന്ന് വിശ്വാസത്താൽ ഒന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഞാൻ തുടക്കത്തിലെ പറയുന്നു, എഗസ്കേലിന്റെ ശബ്ദം ഉണങ്ങിയ അസ്ഥികൾ കേട്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് മജ്ജയും മാംസവും നിറഞ്ഞു നിൽക്കുന്ന അസ്ഥികൾ, ഞാടി ഞരമ്പുകൾ നിങ്ങളുടെ ശബ്ദത്തെ കേട്ട് അനുസരിക്കും. ദൈവമക്കളെ, നിങ്ങളുടെ ശബ്ദത്തെ കേട്ടനുസരിക്കും. നിങ്ങളുടെ ശരീരത്തിനകത്ത് ഏത് ബലഹീനമാണോ, നിങ്ങൾ ഇന്ന് വാ തുറന്ന് അതിനെ ഒന്ന് കാസ്റ്റ് ഔട്ട് ചെയ്തേ. രക്തസംബന്ധമായതാണോ, നിങ്ങൾ അതിനെ ഒന്ന് കാസ്റ്റ് ഔട്ട് ചെയ്തേ. നിങ്ങളുടെ ശരീരത്തിൽ ഡയബറ്റിക് ഇഷ്യൂ ആണോ, കണ്ണിന്റെ കാഴ്ചക്കുറവാണോ, കാഴ്ച വർദ്ധിക്കട്ടെ എന്നൊന്ന് പറഞ്ഞേ. ദൈവമക്കളെ, ദൈവപുത്രന്മാരുടെ ശബ്ദത്തിനകത്ത് ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകളുടെ അകത്ത് പ്രവർത്തിക്കുന്ന ദൈവശക്തി, നമ്മുടെ വാക്കുകളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവിക സാന്നിധ്യം, നമ്മുടെ വാക്കുകളിലൂടെ പ്രവർത്തിക്കുന്ന സൃഷ്ടിപ്പിന്റെ അധികാരം, അത് എൻ്റെ മേലും സ്വർഗം പകർന്നിട്ടുണ്ടെന്ന് മക്കളെ വിശ്വസിക്കാത്തവർക്ക് ഒന്നും കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ പറ്റത്തില്ല. ഒരു നാച്ചുറൽ നിലവാരത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. പക്ഷേ അസാധാരണമായി വചനത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നവർ, അതിനെ ഡിക്ലോർ ചെയ്യാൻ കഴിയുന്നവർ, അവർ ചില മേൽത്തരമായ നന്മയെ കാണും, അവർ ചിലതിനെ കാണും. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ യേശു ഏറ്റവും അധികമായിട്ട് ശാസിച്ചത്, അവരുടെ അവിശ്വാസത്തെ ശാസിക്കുന്നത്. കാരണം അവിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർക്കൊന്നും ഒരു നിലവാരത്തിലേക്ക് കയറാൻ പറ്റാത്തത്. മക്കളെ, ഇന്ന് ഫെയ്ത്തിൽ നമ്മൾ ചിലതിനെ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങിയാൽ, അത് നിങ്ങളെ നോക്കി പ്രവചിക്കുക, ഇതുവരെ ഇല്ലാത്തത് നിങ്ങൾക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. കാരണം നിങ്ങൾ ഈ വേൾഡ്ലി റിലത്തിൽ നിന്ന്, വേൾഡ്ലി ടൈം സോണിൽ നിന്ന് നിങ്ങൾ ക്രോണോസിൽ നിന്ന് ദൈവത്തിന്റെ റൈറ്റ് ടൈമിലേക്ക് നിങ്ങൾ ഷിഫ്റ്റായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക ദൈവമക്കളെ, ദൈവത്തിന്റെ ടൈം സോണിനകത്ത് ഡിലേ വരത്തില്ല, ദൈവത്തിന്റെ ടൈം സോണിനകത്ത് ബ്ലോക്ക് വരത്തില്ല. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം, ഏത് ബ്ലെസ്സിങ്ങും സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ കെയറോസിനകത്തേക്ക് നിങ്ങൾ പ്രവേശിച്ചെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ റിലീസ് ചെയ്യുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ദൈവികമായിട്ടുള്ള ബ്ലെസ്സിങ് നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് അത് വെളിപ്പെടാൻ തുടങ്ങും. കെയറോസിന്റെ പ്രത്യേകത ഇതാ, അതിന് ഒരു ഈ ലോകത്തിന്റെ അതുപോലെ, ഈ ലോകത്തിൽ ഉള്ളതുപോലെ ഒരു ടൈം പീരീഡ് ഇല്ല. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രവചിക്കുക, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ദൈവികമായിട്ടുള്ള വാഗ്ദത്തങ്ങൾ, ദൈവികമായിട്ടുള്ള ബ്ലെസ്സിങ് നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് കൈമാറും. അത് വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. നോക്കിയേ, കർത്താവ് തുടങ്ങിയതും അവസാനിച്ചതുമായ മേഖലകൾ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ രാജ്യം. ഈ കിങ്ഡം ഓഫ് ഗോഡിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കണം.
ദൈവത്തിന്റെ ഷിഫ്റ്റിങ്ങിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചത്. ആ കിങ്ഡം ഓഫ് ഗോഡിനെ നമ്മൾ അതിന്റെ ഗ്രീക്ക് പദം നോക്കിക്കഴിഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡിന് ബെസിലിയ ഹോ തിയോസ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കിങ്ഡത്തിന് ബെസിലിയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിങ്ഡം ഓഫ് ഗോഡിന് ബെസിലിയ ഹോ തിയോസ്. ബെസിലിയ ഹോ തിയോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബെസിലിയ ഹോ തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രാജ്യം എന്നു മാത്രമല്ല അതിന്റെ അർത്ഥം. ബെസിലിയ എന്ന് പറഞ്ഞാൽ റോയൽ പവർ എന്നാണ് അതിന്റെ അർത്ഥം. ബെസിലിയ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം റോയൽ പവർ എന്ന് വെച്ചാൽ ബെസിലിയ ഹോ തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രാജകീയ ശക്തി എന്ന് അതിന്റെ അർത്ഥം. പറഞ്ഞേ, ദൈവത്തിന്റെ രാജകീയ ശക്തി. ബെസിലിയ ഹോ തിയോസ്, ദൈവത്തിന്റെ രാജകീയ ശക്തി. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് ഒരുവൻ പ്രവേശിച്ചാൽ അവന് വേണ്ടി ആക്റ്റീവ് ആകുന്നത് ദൈവത്തിന്റെ റോയൽ പവറാണ്. അവന് വേണ്ടി ആക്റ്റീവ് ആകുന്നത് ദൈവത്തിന്റെ രാജകീയ ശക്തിയാണ് അവന്റെ മേൽ ആക്റ്റീവ് ആകുന്നത്. ഇന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവത്തിന്റെ രാജകീയ ശക്തിയിലേക്കാണ് ഞാൻ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പൊ ബെസിലിയ ഹോ തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ രാജകീയ ശക്തി. അതുപോലെ തന്നെ ബെസിലിയ എന്ന പദത്തിന്റെ മറ്റൊരർത്ഥമാണ് കിങ്ഷിപ്പ്, രാജ്യത്വം. അപ്പം ബെസിലിയ ഹോ തിയോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ രാജ്യത്വത്തിലേക്കാണ് ഞാൻ പ്രവേശിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവമക്കളെ ഇന്ന് രാത്രി എൻ്റർ ആയിരിക്കുന്ന മേഖല ദൈവത്തിന്റെ രാജ്യത്വത്തിലേക്കാണ്, ദൈവത്തിന്റെ രാജകീയ ശക്തിയിലേക്കാണ്. ബെസിലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം, ബെസിലിയ എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ ഡൊമീനിയൻ. ബെസിലിയ എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം ദൈവത്തിന്റെ ആധിപത്യം. ഒന്ന് തിരിച്ചറിഞ്ഞേ, ദൈവത്തിന്റെ രാജകീയ ശക്തി, ദൈവത്തിന്റെ രാജ്യത്വം, ദൈവത്തിന്റെ ആധിപത്യം. ദൈവത്തിന്റെ രാജ്യത്വത്തിലേക്ക്, ദൈവത്തിന്റെ രാജകീയ ശക്തിയിലേക്ക്, ദൈവത്തിന്റെ ആധിപത്യത്തിലേക്കാണ് നമ്മൾ ദൈവാത്മാവ് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വീക്ക് പ്ലേസിലേക്കല്ല ദൈവം നമ്മളെ എൻ്റർ ആയിരിക്കുന്നത്. ഒരു വീക്ക് പ്ലേസിലേക്കല്ല, ഒരു കഴിവില്ലാത്ത ഇടത്തിലേക്കല്ല കർത്താവ് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മറിച്ച് നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി എങ്ങനെയും പ്രവർത്തിക്കാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി ഏത് നിലവാരത്തിലും മൂവ് ആകാൻ, ചലിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ആധിപത്യം, ദൈവത്തിന്റെ രാജകീയ ശക്തി, ദൈവത്തിന്റെ രാജ്യത്വം, ദൈവത്തിന്റെ ഭരണം, ദൈവത്തിന്റെ ഗവൺമെന്റിലേക്കാണ് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്നൊന്ന് തിരിച്ചറിഞ്ഞ്, ഒരു ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഞാൻ ആയിരിക്കുന്നത്. അത് ഈ വേൾഡിന്റെ ഒരു ഗവൺമെന്റ് അല്ല, മറിച്ച് യാഹുവയുടെ ആധിപത്യത്തിലേക്കും യാഹുവയുടെ ഗവൺമെന്റിന്റെ അണ്ടറിലുമാണ് ഞാൻ ആയിരിക്കുന്നത്. മക്കളെ, ഇതിനകത്ത് നമ്മുടെ മേൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊവിഷനുകൾ നടക്കാൻ തുടങ്ങുമെന്നേ. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സപ്ലൈ നടക്കുവാൻ തുടങ്ങും. ഈ രാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത്, നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് നമ്മൾ പ്രവേശിച്ചിരുന്ന ദാസന്മാരായിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്, വചനം പറയുന്നു, രാജാക്കന്മാരായിട്ടാണ്. ഇതിനകത്ത് ഞാൻ പ്രവേശിച്ചിരിക്കുന്നത് ദാസന്മാരായിട്ടല്ല, ഇതിനകത്ത് ഞാൻ പ്രവേശിച്ചിരിക്കുന്നത് യാചിക്കുന്നവരായിട്ടല്ല, ഇതിനകത്ത് ഞാൻ പ്രവേശിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ രാജാക്കന്മാരായിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റെവലേഷനകത്തും 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിനകത്തും പറഞ്ഞിരിക്കുന്നത്, പത്രോസിന്റെ ലേഖനത്തിനകത്തും പറഞ്ഞിരിക്കുന്നത്, റെവലേഷനകത്ത് ഇങ്ങനെ പറഞ്ഞത്, തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തിരിക്കുന്നു. അപ്പൊ ദൈവരാജ്യത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ദൈവമക്കളെ ദൈവത്തിന്റെ രാജാക്കന്മാരായി, രാജാക്കന്മാരായും ദൈവത്തിന്റെ പുരോഹിതന്മാരുമായിട്ടാണ് ദൈവരാജ്യത്തിനകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. ഇന്നൊന്ന് പറഞ്ഞേ, ഞാൻ ഈ രാജ്യത്തിനകത്തായിരിക്കുന്നത് ദരിദ്രനായിട്ടല്ല, ഈ രാജ്യത്തിനകത്ത് ഞാൻ ആയിരിക്കുന്നത് ദാസനായിട്ടല്ല, ഈ രാജ്യത്തിനകത്ത് ഞാൻ ആയിരിക്കുന്നത് ഒരു യാചിക്കുന്ന വ്യക്തിയായിട്ടല്ല. ഇതിനകത്ത് ഞാൻ പ്രവേശിച്ചിരിക്കുന്നത് ദൈവിക പുത്രത്വത്തിലും ദൈവിക രാജകീയ പദവിയിലും ദൈവിക പൗരോഹിത്യ പദവിയിലുമാണ് ഞാൻ ആയിരിക്കുന്നത്.
ആമേൻ, ഹല്ലേലൂയ, ആമേൻ. 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിനകത്തും ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ആമേൻ ജാതിയും രാജകീയ പുരോഹിതന്മാരും. ഹല്ലേലൂയ. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡിനകത്തേക്കുള്ള എൻട്രി ആമേൻ ഒന്ന് തിരിച്ചറിഞ്ഞ്, ഇതിനകത്ത് കഴിവില്ലാത്തവരായിട്ടല്ല കർത്താവ് നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ആമേൻ യോഗ്യത ഇല്ലാത്തവരായിട്ടല്ല കർത്താവ് നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ബെഗ്ഗിയെന്നവരായിട്ടല്ല കർത്താവ് നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളെ കിങ്സ് ആയിട്ടും പ്രീസ്റ്റ് ആയിട്ടും. ഹല്ലേലൂയ. ഉറപ്പുള്ളവർ പറഞ്ഞേ, ഐ ആം റോയൽ പ്രീസ്റ്റ്, ഞാനൊരു രാജകീയ പുരോഹിതനാണെന്നൊന്ന് ഡിക്ലെയർ ചെയ്തേ. നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്ന് വാ തുറന്ന് ഡിക്ലെയർ ചെയ്തേ. എല്ലാ ദിവസവും എല്ലാത്തിനു വേണ്ടി യാചിക്കുന്നവരല്ല ഞാൻ. എല്ലാ ദിവസവും ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി ആമേൻ അത് ലഭിക്കണമേ എന്ന് പറഞ്ഞ് ആമേൻ യാചിക്കുന്ന വ്യക്തിയല്ല. ആമേൻ ഞാൻ ഐ ആം എ റോയൽ പ്രീസ്റ്റ്, ഞാനൊരു രാജകീയ പുരോഹിതനാ. അപ്പൊ ദൈവത്തിന്റെ കിങ് ആമേൻ ബെസിലിയ ഹോത്തിയോസ്, ദൈവത്തിന്റെ രാജ്യത്വത്തിൽ, ദൈവത്തിന്റെ ആധിപത്യത്തിൽ, ദൈവത്തിന്റെ ഗവൺമെന്റിൽ, ദൈവത്തിന്റെ രാജ്യത്തിൽ ഞാൻ ആയിരിക്കുന്ന എന്റെ പൊസിഷൻ ആമേൻ കിങ്സ് ആൻഡ് പ്രീസ്റ്റ്. കിങ് ആൻഡ് പ്രീസ്റ്റ്, ആ പദത്തെ നിങ്ങളൊന്ന് ആമേൻ ഡിക്ലെയർ ചെയ്തേ. ആമേൻ ഐ ആം കിങ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഞാൻ ദൈവരാജ്യത്തിൽ ഒരു രാജാവാണ്. ദൈവത്തിന്റെ രാജ്യത്തിൽ ഞാൻ ഒരു പ്രീസ്റ്റ് ആണെന്ന് ഒന്ന് വായ്കളെ തുറന്നൊന്ന് ഡിക്ലെയർ ചെയ്താട്ടെ ദൈവമക്കളെ. ഇന്ന് ഐഡന്റിറ്റിയെ ഡിക്ലെയർ ചെയ്യാൻ കഴിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ പദവിയെ ഡിക്ലെയർ ചെയ്യാൻ കഴിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ആമേൻ. പ്രീസ്റ്റിന്റെ പ്രത്യേകത ഇതാണ്. ആമേൻ. ആമേൻ. പിതാവിന്റെ സാന്നിധ്യത്തിലേക്ക്, പിതാവിന്റെ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക്, പിതാവിന്റെ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ, ആമേൻ, മധ്യസ്ഥത യാചിക്കുവാൻ, ആമേൻ, ഒരു വ്യക്തിയുടെ പാപത്തിന് വേണ്ടി ആമേൻ മധ്യസ്ഥത നിൽക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ആമേൻ പ്രീസ്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജനങ്ങൾക്കും ദൈവത്തിനും നടുവിൽ നിൽക്കുന്ന ആമേൻ അനോയിന്റഡ് പേഴ്സൺ ആണ് പ്രീസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളൊരു പ്രീസ്റ്റ്ലി അനോയിന്റിങ് നിങ്ങളുടെ മേൽ കിടപ്പുണ്ടോ? ആമേൻ. നിങ്ങളുടെ മേൽ ഒരു അധികാരവുമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇതിനകത്ത് പുരോഹിതന്മാരുണ്ടെങ്കിൽ ആമേൻ ഒന്ന് ഡിക്ലെയർ ചെയ്തോ, ഞാൻ നിങ്ങളുടെ മേലേക്ക് ചില കൈമാറ്റങ്ങളെ ആമേൻ പകരാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ പ്രീസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവരാണ് ദൈവത്തിന്റെ നിയമ പെട്ടകം ചുമക്കുവാൻ ആമേൻ ദൈവത്തിൽ നിന്ന് അഭിഷേകവും അധികാരവും പ്രാപിച്ചവർ. പ്രീസ്റ്റിന്റെ പ്രത്യേകത ദൈവത്തിന്റെ നിയമപെട്ടകം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഷെക്കേന ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കുന്ന പെട്ടകത്തെ ചുമക്കുവാൻ നിയോഗിക്കപ്പെട്ടവർ രാജാക്കന്മാരല്ല. ദൈവത്തിന്റെ പെട്ടകത്തെ ചുമക്കുവാൻ നിയോഗിക്കപ്പെട്ടവർ പുരോഹിതന്മാരാ. ആമേൻ. ദൈവരാജ്യത്തിനകത്തേക്ക് കർത്താവ് എന്നെ എൻട്രി ചെയ്യിപ്പിച്ച് ആമേൻ ഒരു പുരോഹിതനായി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചറിഞ്ഞു പറഞ്ഞേ, യഹോവയുടെ ആമേൻ ഷെക്കേന ഗ്ലോറി മഹത്വം നിറയപ്പെട്ട ആ പെട്ടകത്തെ ചുമക്കുവാൻ തെരഞ്ഞെടുപ്പ് എൻ്റെ മേൽ കിടപ്പുണ്ട്. ദൈവത്തിന്റെ പെട്ടകത്തെ ചുമക്കുവാനുള്ള ഒരഭിഷേകവും തെരഞ്ഞെടുപ്പും വീണ ദൈവത്തിന്റെ പുരോഹിതനാണ് ഞാനെന്ന് വാ തുറന്നൊന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. 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 യോശുവയുടെ ദൈവത്തിന്റെ നിയമപ്പെട്ടകം പുരോഹിതന്മാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആമേൻ യോശുവയുടെ ദൈവം പറയുക, അവരുടെ പെട്ടകത്തിന്റെ പുറകെ ഉള്ളു ഇസ്രായേൽ ജനം നടക്കാവുള്ളൂ. കാരണം ദൈവത്തിന്റെ റൂട്ട് ആമേൻ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർക്ക്. അവർ വഴി അറിയേണ്ടതിന്, അവർ വഴി മനസ്സിലാക്കേണ്ടതിന് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ആമേൻ പുറകെ എന്ന് വെച്ചാൽ തൊട്ടടുത്തല്ല, ഒരുപാട് പുറകെ ഇസ്രായേൽ ജനങ്ങൾ അവരെ പിന്തുടരണം. അപ്പൊ പുരോഹിതനാണോ ആമേൻ ദൈവത്തിന്റെ മാർഗം ആമേൻ ദൈവം നിന്റെ മേൽ തുറന്നു തരും. മറ്റുള്ളവരെ നയിക്കേണ്ട പാത ദൈവം അവരോടായിരിക്കത്തില്ല സംസാരിക്കുന്നത്. നിന്റെ സഭയ്ക്കകത്തു തരേണ്ട വെളിപ്പാടുകൾ, നിന്റെ സഭയെ നടത്തേണ്ട മാർഗങ്ങൾ, നിന്റെ കുടുംബത്തെ ദേശത്തിന് വേണ്ടുന്ന ആലോചനകൾ പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണ് പെട്ടകം ചുമക്കുന്ന പുരോഹിതൻ എന്ന് പറയുന്നത്.
ഓ, ഇതിനകത്ത് അങ്ങനെ പുരോഹിതന്മാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഡിക്ലെയർ ചെയ്യുന്നു, ആ പ്രീസ്റ്റ്ലി അനോയിന്റിംഗ് ഉള്ളവരെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, നിങ്ങൾ ഇതുപോലെ ദൈവത്തിന്റെ ഗൈഡൻസിനകത്ത് മൂവ് ആകാൻ പോകുക, ദൈവ ശബ്ദത്തിനകത്ത് നിങ്ങൾ മൂവ് ആകാൻ പോകുക. ഹല്ലേലൂയ, ആമേൻ. അടുത്ത പെട്ടകം ചുമക്കുന്നവരോട് യോശുവ പറയുകയാണ്, ഈ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ, ഇവർക്ക് ഇസ്രായേൽ ജനങ്ങൾക്ക് യോർദാൻ ക്രോസ് ഓവർ ചെയ്യണമെങ്കിൽ, യോർദാനെ മറികടക്കണമെങ്കിൽ അവർ പെട്ടെന്ന് പോയി മറികടക്കാൻ പറ്റത്തില്ല. ഇസ്രായേൽ ജനങ്ങൾക്ക് പെട്ടെന്ന് യോർദാനെ ക്രോസ് ഓവർ ചെയ്യാൻ പറ്റത്തില്ല. വചനം പറയുന്നു, നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ വെള്ളത്തിന്റെ വക്കത്തെത്തുമ്പോൾ യോർദാനിൽ നിൽക്കണം. പെട്ടകം ചുമക്കുന്ന യോർദാൻ, കര കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ വെള്ളത്തിന്റെ മീതെ ഇവർ ചെല്ലുമ്പോൾ ഇവർ അവിടെ നിൽക്കണം. ഇവർ അവിടെ നിന്നാൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ അത് രണ്ടായി പിരിയും. അപ്പൊ നോക്കിയേ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്റെ മേൽ ദൈവം അവരുടെ പാദത്തിന്റെ മേൽ ഒരു അധികാരം കൊടുത്തിരിക്കുക. ആ പെട്ടകവുമായി അവർ കര കവിഞ്ഞൊഴുകുന്ന യോർദാനിൽ ചവിട്ടിയാൽ മതി. കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ അത് രണ്ടായി പിരിഞ്ഞു മാറും. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ എൻ്റെ മേലൊരു പ്രീസ്റ്റ്ലി അനോയിന്റിംഗ് ഉള്ളത് കൊണ്ട്, ആ പുരോഹിതന്മാർ ഇതിനകത്ത്, അഭിഷേകം പ്രാപിച്ച പുരോഹിതന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ സ്വീകരിച്ചോ. ഞാൻ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുക, നിങ്ങളുടെ പാദത്തിന്റെ മേൽ ഒരു അധികാരമുണ്ട്. നിങ്ങളുടെ പാദത്തിന്റെ മേൽ ഒരു അധികാരമുണ്ട്. നിങ്ങൾ ഏത് കര കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ വെള്ളത്തിന്റെ മീതെ ചവിട്ടിയാലും അത് നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളെ കനാൻ ദേശത്തേക്ക് വിടാതെ, നിങ്ങളുടെ വാഗ്ദത്ത ദേശത്തിലേക്ക് വിടാതെ, നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് വിടാതെ, നിങ്ങൾക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ഏത് യോർദാൻ ആണെങ്കിലും, ദൈവമക്കളെ, പുരോഹിതന്മാരെ, നിങ്ങൾ അതിന്മേലൊന്ന് പാദം പതിച്ചാൽ മതി. ആ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ കര കവിഞ്ഞൊഴുകുന്നത് അത് രണ്ടായി പിരിയാൻ തുടങ്ങും. ഇന്ന് ആ അഭിഷേകവും അധികാരവും എൻ്റെ മേലുണ്ട്. ഞാനൊരു പുരോഹിതനാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ ശക്തിയോടെ ഒന്ന് പ്രൈസ് ചെയ്ത് അതിനെ ഒന്ന് സ്വീകരിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? കിങ്ഡം ഓഫ് ഗോഡിനകത്ത് എൻ്റെ മേൽ കിടക്കുന്ന ഈ അനോയിന്റിംഗ് അത് കിങ്ലി പ്രീസ്റ്റ്ലി അനോയിന്റിംഗ് ആണെന്ന് ഉറപ്പുള്ളവർ, ദൈവരാജ്യത്തിനകത്ത് ഞാനൊരു പുരോഹിതനാണെന്ന് ഉറപ്പുള്ളവർ മാത്രം ആത്മാവിൽ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞ്, ദൈവമക്കളെ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്രവചനമല്ല നിങ്ങൾ കേൾക്കേണ്ട. ഈ പദത്തെ, ഈ വചനത്തെ പിടിച്ചുകൊണ്ടൊന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഇനി ഏത് പ്രതികൂലത്തിന്റെ മീതെ ചവിട്ടിയാലും, ഏത് വിഷയത്തിന്റെ മീതെ ചവിട്ടിയാലും അത് രണ്ടായി പിരിഞ്ഞ് അവിടെ എനിക്കൊരു പുതു വഴി തുറക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് പിതാവിനെ സെലിബ്രേറ്റ് ചെയ്ത് ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഞാൻ പ്രഖ്യാപിക്കുന്ന ദൈവമക്കളെ, വഴി തുറക്കുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. വഴി തുറക്കുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. നിങ്ങളുടെ മേൽ കര കവിഞ്ഞൊഴുകുന്ന ഏത് യോർദാൻ ആയിക്കോട്ടെ, ആ യോർദാനെ പിളർന്ന് വഴി തുറക്കുന്ന ഒരു പ്രീസ്റ്റ്ലി അനോയിന്റിംഗ്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ മേൽ പകരപ്പെട്ട അതേ അഭിഷേകം തന്നെ സ്വർഗം നിങ്ങളുടെ മേലും പകർന്നിരിക്കുന്നു. വഴി തുറക്കുന്ന ഒരു അഭിഷേകം ദൈവമക്കളെ നിങ്ങളുടെ മേലുണ്ട്. വഴി തുറക്കുന്ന ഒരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ദൈവരാജ്യത്തിനകത്ത് പ്രവേശിച്ചവർ, ബെസിലിയഹോത്തിയോസിനകത്തേക്ക് പ്രവേശിച്ചവർ, പിശാച് നിങ്ങളുടെ മുമ്പിൽ അടച്ച സകല വാതിലുകളെയും വഴികളെയും നിങ്ങൾ ഇന്ന് രാത്രി തുറക്കാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ, രാജി എന്നുള്ള ഡിവൈസിനകത്ത് ഞാൻ പ്രവചിക്കുക, കുഞ്ഞേ, അടഞ്ഞ വഴിയെ നീ തുറക്കും. അടഞ്ഞ വഴിയെ നീ തുറക്കും. നിനക്ക് വേണ്ടി കർത്താവ് ചില സോഴ്സുകളെ തുറന്നു തരും. നിന്റെ സമ്പത്ത് നിന്റെ കരത്തിൽ വരും. റബാലഗസിയ, നീയുമായി ബന്ധപ്പെട്ട് ആഗസ്റ്റിൽ കർത്താവ് ചില ബ്രേക്ക് ത്രൂ നിന്റെ ലൈഫിനകത്ത് ചെയ്യും. അടഞ്ഞിടത്തുന്ന കർത്താവ് നിന്റെ സ്വാതന്ത്ര്യത്തോടെ പുറത്തിറക്കും. നീ ചില നന്മകളെ കാണും. നിന്റെ അകത്ത് കയറിക്കിടക്കുന്ന ചില നെഗറ്റീവ് വശങ്ങളുണ്ട്, ചില നെഗറ്റീവ് മേഖലകളുണ്ട്.
അതിനെ കർത്താവിന്ന് ബ്രേക്ക് ചെയ്യുക. ഇന്ന് നീ അഗസ്ത്യയിൽ പ്രവചിച്ചതുപോലെ നിന്റെ താഴ്വാരങ്ങളെ നോക്കി നീ പ്രവചിക്കാൻ റെഡിയാണോ? നീ ഒരു വലിയ സൈന്യത്തെ കാണും. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ഫിനാൻഷ്യൽ മേഖലകളിൽ ആമേൻ വിടുതലുകളെ കർത്താവ് അയക്കും. ബീന ഫിലിപ്പ് എന്നുള്ള ഡിവൈസിനകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. റാൽഗ സെക്രട്ടറി ഡിസോർഡറായി കിടക്കുക, സകലതും ആമേൻ ഡിസോർഡറായി കിടക്കുക. സകലത്തെയും കർത്താവ് ഇന്ന് രാത്രി ഓർഡർ ചെയ്യും. ആമേൻ. യാഗപീഠത്തിന്റെ കല്ലുകളെ ഓർഡർ ചെയ്തതുപോലെ കുടുംബത്തിനകത്ത് ഒരേ വിശ്വാസത്തിലേക്ക്, ഒരേ ആത്മാവിലേക്ക്, ഒരേ നിറവിലേക്ക് കർത്താവ് കൊണ്ടുവരും. അവിടെ കർത്താവ് യാഗപീഠത്തിന്റെ അഗ്നി ഇറക്കും. ആമേൻ. കർത്താവ് നിങ്ങളുടെ മേൽ വലിയൊരു സമാധാനത്തെ കർത്താവ് പകരും, വലിയൊരു കൃപയെ കർത്താവ് പകരും. ആമേൻ. ബോബി എന്നുള്ള ഡിവൈസിൽ കർത്താവിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേൽ ഭയങ്കരമായിട്ടുണ്ട്. ആമേൻ. നിങ്ങളെ കർത്താവ് ആമേൻ ലക്ഷ്യത്തോടുകൂടെ, പദ്ധതിയോടുകൂടെ ചില മേഖലകളിലേക്ക് അയക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണുന്ന ഇതാ ആമേൻ, ഒരു വലിയ ഗോൾഡൻ ഗേറ്റ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത്, ഒരു വലിയ ഗേറ്റ് നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നു. നിങ്ങൾ നടന്നു പോകുന്ന മേഖലകളിൽ അനേകർ വിടുവിക്കപ്പെടുന്നു. ഞാൻ കാണുന്ന ഒരു പാത്രത്തിനകത്ത് പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങളുടെ കരത്തിൽ കൊണ്ട് കർത്താവ്, ഒരു വ്യക്തി നിങ്ങളുടെ കരത്തിൽ കൊണ്ട് ഏൽപ്പിക്കുന്നു. ആമേൻ. ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫിലേക്ക് കർത്താവ് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുക. ആമേൻ. മക്കളുടെ നന്മ ഭയങ്കരമായി കർത്താവ് വർദ്ധിപ്പിക്കും. വിശാലത നിങ്ങളുടെ മേലേക്ക് ഉണ്ടാകും. യെസ് ലോർഡ്. കർത്താവ് ആമേൻ ഡിവൈസിനകത്ത് സ്റ്റൊമക് സംബന്ധമായ വിഷയങ്ങളെ ഹീൽ ചെയ്യുന്നത് ഞാൻ കാണുന്നു. സ്റ്റൊമക് സംബന്ധമായി ഡൈജഷൻ ഇഷ്യൂകൾ ഹീലാകുക. നിഷ എന്നുള്ള ഡിവൈസിനകത്ത് കർത്താവ് അങ്ങനെയുള്ള ചില ഹീലിങ്ങുകളെ അയക്കുക. യെസ് ലോർഡ് ജീസസ്. ലബാസിയ കർത്താവ് ആമേൻ, ദൈവികമായ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. ഈ ജൂലൈയുമായി ബന്ധപ്പെട്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില ആമേൻ ടേണിങ്ങുകൾ ചെയ്യും. അത് നിങ്ങളുടെ ലൈഫിനകത്ത് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. യെസ് പപ്പാ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ഹീലിങ്ങിന്റെ കരം അവിടെ വെളിപ്പെടുന്നതിനായി നന്ദി. ചില ജയകരമായിട്ടുള്ള റിസൾട്ടുകൾ കുടുംബത്തിനകത്ത് ചിലർ മേൽ വരും. അതൊരു ഭയങ്കര വഴിത്തിരിവായി മാറും. ആമേൻ. യൂറോപ്പുമായി കർത്താവ് ചില ഡോറുകളെ തുറക്കും. നിങ്ങളുടെ ലൈഫിനകത്ത് കർത്താവിന്റെ പ്രവർത്തികൾ ഭയങ്കര ശക്തമായി വെളിപ്പെടുക. കർത്താവെ, ബിജു തോമസ് എന്നുള്ള ഡിവൈസിൽ മകനെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യെസ് താങ്ക് യു ലോർഡ്. പലതും ശൂന്യമായി കർത്താവേ, എന്നാൽ കർത്താവ് ചില നിറവുകളെ തരുന്നതിനായി നന്ദി. അവൻ നിറയ്ക്കാൻ പോകുക. ദൈവത്തെ ഹിതപ്രകാരമുള്ള ചില മേഖലകൾ കർത്താവ് തുറക്കും. ദൈവഹിതപ്രകാരമുള്ള പത്രോസിന്റെ വലയ്ക്കകത്തു കയറിയതുപോലെ അങ്ങനെ ചില ദൈവ ശബ്ദത്തിനാൽ ചില മൂവുകൾ നടക്കാൻ പോകുക. അത് വേഗത്തിൽ സംഭവിക്കുന്നത് ഞാൻ കാണുന്നു. ചില ക്രൈസിസുകൾ കർത്താവ് എടുത്തു മാറ്റും. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. പുതിയ ചില കണക്ഷനുകളും പുതിയ ചില ബന്ധങ്ങൾ കർത്താവ് തുറക്കും. അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റും. കർത്താവെ, ഗോഡ് എന്നുള്ള ഡിവൈസിൽ കർത്താവിന്റെ കൃപ പകരുന്നതിനായി നന്ദി. കർത്താവെ, റെവലേഷനുകളെ അങ്ങ് തുറക്കുന്നതിനായി നന്ദി. കർത്താവ് ചില സീഡുകളെ കരത്തിൽ തരും. നിങ്ങൾ അത് വിതയ്ക്കും. ചില സ്പിരിച്വൽ സീഡുകൾ, അതിന്മേൽ വലിയ കൊയ്ത്തുണ്ടാകാൻ പോകും. വലിയ കൊയ്ത്ത്. കർത്താവെ, ഞാൻ അത് പറഞ്ഞ് ബ്ലസ് ചെയ്യുന്നു. ആമേൻ. ഷാറാമ ജെയിംസ്, കർത്താവെ, കർത്താവിന്റെ കരം വെളിപ്പെടും. കൺഫ്യൂഷനുകൾ മാറും. ദൈവം ഉറപ്പിക്കും. ഭവനത്തിനകത്ത് ഭയങ്കര സമാധാനം വെളിപ്പെടും. നിങ്ങളുടെ കരത്തിന്മേൽ ഹീലിംഗ് വെളിപ്പെടുന്നത് ഞാൻ കാണുന്നു. കർത്താവെ, ജെസ്സി എന്നുള്ള ഡിവൈസിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹെൽത്ത് റിസ്റ്റോർ ആകട്ടെ. അവൻ പുതുപ്പിക്കുന്നതിനായി നന്ദി. കഴുകന്റെ യെസ് ലോർഡ് യൗവനം പുതുക്കുന്നത് പോലെ കുടുംബത്തിനകത്ത് ചിലത് പുതുക്കും. നിങ്ങൾ റീബിൽഡ് ചെയ്യും, റീകൺസ്ട്രക്ട് ചെയ്യും. കർത്താവ് അങ്ങനെയൊക്കെയുള്ള ചിലത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. കർത്താവെ, സൂസൻ സജി എന്നുള്ള ഡിവൈസിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യെസ് താങ്ക് യു ലോർഡ്. കർത്താവിന്റെ ഗ്രേസ് നിങ്ങളുടെ മേൽ അധികമായിട്ടുണ്ട്. അടഞ്ഞതിന് കർത്താവ് തുറക്കും. അടുത്ത 70 ഡേയ്സുമായി ബന്ധപ്പെട്ട് ആ റിസൾട്ട് നിങ്ങളുടെ മേൽ ഉണ്ടാകും. കർത്താവ്, ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അപ്പ മിനി സിസ്റ്ററെ ഞങ്ങൾ ഒരിക്കൽ കൂടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ, നിന്റെ ലൈഫ് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മേൽത്തരമായി തുറക്കും. ഒരു വലിയ നദി തുറക്കും. അത് ജനങ്ങളെ സ്പർശിക്കും.
ഒരു ഭയങ്കര അപ്പോസ്തോലിക് കോളിംഗ് നിങ്ങളുടെ മേൽ കർത്താവ് വെക്കും. ഒരു ഭയങ്കര അപ്പോസ്തോലിക് അനോയിന്റിങ്ങിനകത്ത് കർത്താവ് നിങ്ങളുടെ മേൽ നയിക്കും. നിങ്ങളുടെ മേൽ കർത്താവ് നിങ്ങളുടെ അനോയിന്റിങ്ങിനെ, മിനിസ്ട്രിയെ വിശാലപ്പെടുത്തും. എല്ലാം നഷ്ടപ്പെട്ടു പോയി. നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലകൾ പലതും മുമ്പിൽ വന്ന് അതെല്ലാം അടഞ്ഞു. പക്ഷെ ഭയങ്കരമായിട്ടുള്ള റിസ്റ്റോറേഷൻ നിങ്ങളുടെ മേലേക്ക് കർത്താവ് ചെയ്യും. 2026 മറ്റു ചില രാജ്യങ്ങളുമായി കർത്താവ് നിങ്ങളെ കണക്ട് ചെയ്യും. അടഞ്ഞുപോയ ട്രാവലിങ്ങിനെ കർത്താവ് തുറക്കും. അനോയിന്റിങ്ങിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ചലിപ്പിക്കുന്നത് ഞാൻ കാണും. നിങ്ങളുടെ ഹെൽത്ത് അതിനുവേണ്ടി കർത്താവ് ഒരുക്കും. ആരോഗ്യത്തെ തുറക്കും. ഭയങ്കരമായ ഒരു പ്രീസ്ലി നിലവാരത്തിനകത്തേക്ക് വാതിലുകളെ തുറക്കുന്നൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ചെയ്യും. കർത്താവെ, ഓരോരുത്തരുടെ മേലും ആ കൃപ ഞങ്ങൾ പകരുന്ന കർത്താവെ, അങ്ങ് ദൈവരാജ്യത്തിന്റെ സമൃദ്ധി ഈ മക്കളുടെ മേൽ തുറക്കട്ടെ. ക്രോണോസിൽ നിന്ന് കെയറോസിലേക്ക് ഈ മക്കളെ അങ്ങ് ഷിഫ്റ്റ് ചെയ്തതിനായി നന്ദി. ഈ മക്കളുടെ മേൽ അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് അങ്ങ് പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അത് പറഞ്ഞു ബ്ലസ് ചെയ്യുന്നപ്പ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നപ്പ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു മക്കളെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you.